ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു അനദർ ക്ലാസ്. ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ബിസിനസ് എന്ന് പറയുന്ന പേപ്പറായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ആദ്യത്തെ ബ്ലോക്കിൽ 3 ചാപ്റ്ററുകൾ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ 2 ബ്ലോക്കുകളാണ് ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ. ഈ ബിസിനസ് എന്ന് പറയുന്ന പേപ്പർ 2 ബ്ലോക്കുകളാണ്. അതിൽ ഒന്നാമത്തെ ബ്ലോക്കിൽ 3 ചാപ്റ്ററുകൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത്, ബ്ലോക്കിന്റെ പേര് ഈ ബിസിനസ് ടൂൾസ് ആണ്. നമ്മൾ ഈ ബിസിനസിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ബിസിനസ് ചെയ്യാൻ ആവശ്യമായ ബിസിനസ് ആക്ടിവിറ്റികളിൽ ഡിജിറ്റൽ ടെക്നോളജീസ് ഇൻക്ലൂഡ് ചെയ്യാണല്ലോ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏത് തരം ടൂൾസുകളാണ് ഡിജിറ്റൽ ടെക്നോളജി ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി ഏതൊക്കെ തരം ടൂൾസുകളാണ് നമുക്ക് ഈ ബിസിനസ്സുകളിൽ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ ബ്ലോക്കിന്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞാൽ. ഈ ബ്ലോക്കിൽ 4 ചാപ്റ്ററുകളാണുള്ളത്. ഓക്കെ, 4 ചാപ്റ്ററുകളാണുള്ളത്. അപ്പോൾ ഓരോന്ന് നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ ഈ ബിസിനസ് ടൂൾസുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബിസിനസ്സിലെ ആക്ടിവിറ്റീസുകളെല്ലാം ചെയ്യാൻ ഏതൊക്കെ ടൂൾസുകൾ ഇന്ന് അവൈലബിൾ ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൂൾസ് ഏതൊക്കെയാണെന്നാണ്. ഓക്കെ, അത് സോഫ്റ്റ്വെയറുകളാവാം, സിസ്റ്റംസുകളാവാം. ഏതൊക്കെ സിസ്റ്റംസ്, ഏതൊക്കെ സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഈ ബിസിനസ് ടൂളുകളായിട്ട് ഉപയോഗിക്കാമെന്നുള്ളതാണ്. രണ്ടാമത്തെ ബ്ലോക്ക് 2ലെ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. നമുക്കറിയാം അല്ലെ, നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആൻഡ് സർവീസുകൾ കസ്റ്റമറുകളിലേക്ക് എത്തിക്കുകയും കസ്റ്റമർ അതിനെക്കുറിച്ച് അറിയണം, അയാൾക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടണം, അയാളെ കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കണം അല്ലെ, കസ്റ്റമേഴ്സിന്റെ നീഡ് നമ്മൾ മനസ്സിലാക്കണം, അതിനനുസരിച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, നമ്മുടെ വിവരങ്ങൾ ലോകത്തുള്ള വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കണം. ദാറ്റ് ഇസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് രീതികളുണ്ട്. അതിലേക്ക് നമ്മൾ ഡിജിറ്റൽ ടെക്നോളജി ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ ചാപ്റ്ററിൽ ഇ ലേണിംഗ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഓൺലൈനിലൂടെ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള പഠനം. ഓക്കെ, ലേണിംഗ് പ്രോസസ്സിനെ ഇലക്ട്രോണിക് മീഡിയം ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് അതിന് ഇ ലേണിംഗ്. അപ്പൊ നമ്മൾ ഓൺലൈനിലൂടെ നമ്മൾ കോഴ്സുകൾ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ഇ ലേണിംഗിന്റെ ഭാഗമാണ്. അത്തരം കാര്യങ്ങളാണ് മൂന്നാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. നാലാമത്തെ ചാപ്റ്ററിൽ ഇ ഗവേണൻസ്, അതായത് അധികാര കേന്ദ്രങ്ങളിൽ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചാൽ നമ്മൾ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഗവൺമെന്റിന്റെ പല കാര്യങ്ങളും, പല സർവീസുകളും പൗരന്മാരായ നമുക്ക് കിട്ടുന്നത് ഇന്ന് ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ ഏതൊക്കെ മേഖലകളിൽ എന്തെല്ലാം ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് നാലാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ബ്ലോക്കിലേക്ക്, ഇതിന്റെ ചാപ്റ്റേഴ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ബ്ലോക്കിന്റെ ഒരു ആകത്തുക, ഒരു ചെറിയൊരു വീഡിയോ നമുക്കൊന്ന് കാണാം. എന്നിട്ട് നമുക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററായ ഈ ബിസിനസ് ടൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ റെഡി ആണല്ലോ? നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, നമ്മുടെ ഒരു ബ്ലോക്കിനൊന്ന് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഈ ബിസിനസ് ടൂളുകളാണ് അല്ലെ. ഒരു ബിസിനസ്സിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ഉണ്ടാവും. പലതരം സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉണ്ടാവും, കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ഉണ്ടാവും, പിന്നെ ബിസിനസിന്റെ മൊത്തത്തിലുള്ള ഫണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടുത്തെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഒരു ബിസിനസ്സിൽ നടക്കും. ഈ ആക്ടിവിറ്റീസിനെ എല്ലാം ക്രോഡീകരിക്കാനും അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടി ഡിഫറെന്റ് ആയിട്ടുള്ള ടൂൾസുകൾ, സോഫ്റ്റ്വെയറുകൾ, സിസ്റ്റംസുകൾ ഇന്ന് അവൈലബിൾ ആണ്, ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ ഡിഫറെന്റ് ആക്ടിവിറ്റീസുകളെ മാനേജ് ചെയ്യാൻ വേണ്ടി, അതിന്റെ ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള ക്രിയേറ്റീവായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് ടൂൾസുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ വെയർ ഹൗസുകളിൽ എത്ര സ്റ്റോക്ക് ഉണ്ട്, അവിടേക്ക് എപ്പോഴാണ് നമ്മളൊരു റോ മെറ്റീരിയൽസ് കൊണ്ടുവരേണ്ടത്, റോ മെറ്റീരിയൽസിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, സപ്ലൈ
ചെയിൻ മൂവ്മെന്റുകൾ എങ്ങനെയാണ്, കസ്റ്റമറുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഓരോ കസ്റ്റമറുടെയും ഡാറ്റകൾ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഡിഫറെന്റ് ടൂൾസുകൾ, ഡിഫറെന്റ് സിസ്റ്റംസുകൾ ഇന്ന് അവൈലബിൾ ആണ്. അത് ബിസിനസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, പല മേഖലകളിൽ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ നമ്മുടെ ചാപ്റ്റർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് അല്ലേ. ഏറ്റവും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ കസ്റ്റമേഴ്സിലേക്കും അവർക്ക് അനുയോജ്യമായ മാർക്കറ്റിംഗ് ടെക്നോളജീസ് എത്തിക്കുക എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ എന്തായിരുന്നു? ഇ ലേണിംഗ് ആണ് അല്ലേ. അതായത് ഓൺലൈനിലൂടെ പഠനം. നേരത്തെ ഓഫ്ലൈനിൽ ക്ലാസ്സിൽ ഇരുന്ന് ഒരു ടീച്ചറും കുറച്ച് കുട്ടികളും നേരിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി, പുതിയ കാലത്ത് ഡിജിറ്റൽ ടെക്നോളജി കൂടി ഈ ലേണിംഗ് പ്രോസസ്സിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തതോടുകൂടി ഇ ലേണിംഗ് എന്ന് പറയുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടി വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന, കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നൽകുന്ന, ഈ ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ഡിഫറെന്റ് ആയിട്ടുള്ള കോഴ്സുകൾ ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതാണ് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുക. നാലാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു ഈ ഗവേണൻസ് ആണ് അല്ലെ. ഗവൺമെന്റിന്റെ സർവീസുകൾ, അതുപോലെ രാജ്യത്തെ പൗരന്മാരിലേക്ക് ഗവൺമെന്റിന് കൊടുക്കേണ്ട എല്ലാവിധ സേവനങ്ങളും സർവീസുകളും ഡിജിറ്റൽ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട്, അക്ഷയ സെന്ററുകൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഓഫീസുകളിൽ കമ്പ്യൂട്ടറുകളും ഇന്റർനെറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ ഡോക്യുമെന്റുകളിലായി നമുക്ക് ഇന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള സർവീസുകൾ അവൈലബിൾ ആണ്. അപ്പൊ ഇത്രയും 4 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് സമയം കളയണ്ട, നമുക്ക് നേരെ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? ഈ ബിസിനസ് ടൂൾസ് എന്നാണ്. ഓക്കെ, ഈ ബിസിനസ് ടൂൾസ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ 2 പാർട്ടുകളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ഒന്നാമത്തെ പാർട്ടാണ്. നമ്മൾ അടുത്തൊരു പാർട്ടായിട്ട് അടുത്തൊരു ക്ലാസ്സും കൂടി കഴിയുമ്പോഴേക്കും നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ പൂർത്തിയാവും. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് 3 ഈ ബിസിനസ് ടൂളുകളെ കുറിച്ചാണ്. 3 ഈ ബിസിനസ് ടൂളുകളെ കുറിച്ചാണ്. ഏതൊക്കെയാണത്? ഒന്ന് ERP, 2 SCM, മൂന്നാമത് CRM. ഓക്കെ ആണല്ലോ. എന്താണ് ERP എന്ന് പറഞ്ഞാൽ? ERP എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് എന്നാണ്, പ്രോഗ്രാംസ്. ഓക്കെ, രണ്ടാമത്തത് SCM, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. മൂന്നാമത്തത് CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. നമ്മൾ അതിന് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പോകും. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയ സ്റ്റോറി അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കേസ് സ്റ്റഡി നടത്തിയിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിന്റെ പേര്, രണ്ടാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് ടൂൾസ്, ഇ ബിസിനസ് ടൂൾസുകളാണ്. ടൂൾസ് യൂസ്ഡ് ഇൻ ഇ ബിസിനസ്. ഇ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ടൂൾസുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നോക്കൂ, സ്വീറ്റ് ബ്ലിസ് എന്ന് പറയുന്ന ഒരു ബേക്കറി ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ബേക്കറി ഷോപ്പിന്റെ പേര് സ്വീറ്റ് ബ്ലിസ് എന്നാണ്. അവരെന്ത് ചെയ്തു? അവരുടെ പ്രത്യേകത, അവരുണ്ടാക്കുന്ന സ്നാക്സ്, അവരുടെ കേക്ക് ഒക്കെ വളരെ റെപ്യൂട്ടഡ് ആണ്. കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക്, അത് കഴിക്കുന്ന കസ്റ്റമറൊക്കെ അതിന്റെ ഫാനായി മാറാണ്. അവരുടെ നമ്പർ ഓഫ് കസ്റ്റമേഴ്സിന്റെ എണ്ണം അങ്ങനെ വർദ്ധിക്കുകയാണ്. അവിടെ വന്ന് അത് ടെസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ പിന്നീട് അവരുടെ ഫിക്സ്ഡ് കസ്റ്റമേഴ്സായി മാറുകയാണ്. സോ അവരെന്ത് ചെയ്ത്, അവർക്ക് ദേ ഹാവ് എ ലോയൽ കസ്റ്റമർ ബേസ് ആൻഡ് ഡൂയിങ് റിയലി വെൽ. അവർ നന്നായി അവരുടെ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. But as they expand to new locations and start getting huge orders for events, they face some common challenges. അപ്പൊ അവരുണ്ടാക്കുന്ന ഈ കേക്കുകളൊക്കെ ട്രെൻഡിങ് ആവുന്നതോടുകൂടി അവർക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അവരുടെ ബിസിനസ് വ്യാപിപ്പിക്കാൻ, എക്സ്പാൻഡ് ചെയ്യണം എന്ന് അവർക്ക് തോന്നുകയാണ്. സോ അവർ ഡിഫറെന്റ് ലൊക്കേഷനുകളിലേക്ക് അവരുടെ ബ്രാഞ്ചുകൾ വർദ്ധിപ്പിക്കാൻ പോവാണ്, ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, അവരുടെ ബിസിനസ് അവർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കും, ചില പ്രോബ്ലംസ്, ചില ചലഞ്ചുകൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും. എന്തൊക്കെ ചലഞ്ചുകളാണ് ഫേസ് ചെയ്യേണ്ടി വരിക? ഒന്ന് ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിനാണ് ഇൻവെന്ററി എന്ന് പറയാം. അപ്പോൾ ബിസിനസ്സിൽ ഓരോ ബ്രാഞ്ചുകളിലും കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടുന്ന ഓർഡറിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഓരോ ബ്രാഞ്ചിലും നിശ്ചിതമായ സ്റ്റോക്ക് വേണം. എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് വേണം അല്ലെ. ഒരു കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഉണ്ടോ അത് കൃത്യമായി ഓരോ സ്ഥലത്തും സ്റ്റോക്ക് വേണം. അത് കഴിയുമ്പോഴേക്ക് അടുത്തത് വാങ്ങണം. ഓരോ പ്രൊഡക്റ്റുകളുടെയും ഓരോ ഐറ്റംസിന്റെയും സ്റ്റോക്ക് കൃത്യമായി വിലയിരുത്തണം, അതിന്റെ കണക്കെടുക്കണം. അത് ഏറ്റവും വില കുറഞ്ഞ് എവിടുന്നാണ് കിട്ടുക എന്ന് നമ്മൾ കണ്ടെത്തണം. അവിടുന്ന് അത് കറക്റ്റ് സമയത്ത് ഇങ്ങോട്ട് എത്താനുള്ള ഒരു ട്രാൻസ്പോർട്ടേഷന്റെ മാർഗ്ഗം നമ്മൾ കണ്ടെത്തണം. അപ്പൊ സ്റ്റോക്ക് മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ച് ആയിരിക്കും, അവരുടെ മുമ്പിലുള്ള ഒരു ചലഞ്ച് ആയിരിക്കും.
രണ്ടാമത് കാരണം മൾട്ടിപ്പിൾ ലൊക്കേഷനുകളിലാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡിഫറെന്റ് ബ്രാഞ്ചുകളാണ് ഉള്ളത്. അപ്പൊ അവര് ഈ റോ മെറ്റീരിയൽസ് ഈ ഡിഫറെന്റ് ബ്രാഞ്ചുകളിലേക്ക് കൃത്യസമയത്ത് എത്തിക്കണം. ഇവിടെ നമ്മുടെ സ്റ്റോക്ക് തീർന്നു പോകാൻ പറ്റില്ല. ഇവിടെ സ്റ്റോക്ക് തീർന്നു പോവുകയും അവിടെ ഒരുപാട് കസ്റ്റമേഴ്സിന്റെ ഓർഡറുകൾ പെൻഡിങ് ആയി കിടക്കുകയും ചെയ്താൽ കസ്റ്റമേഴ്സ് സ്വാഭാവികമായിട്ടും ബിസിനസിനെ ഹെയ്റ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം പറഞ്ഞ സമയത്ത് എന്ത് ചെയ്യുന്നില്ല, ഡെലിവറി ചെയ്യുന്നില്ല, പ്രൊഡക്റ്റുകൾ അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ കൃത്യമായ ഇൻവെന്ററി മാനേജ്മെന്റ് ഒരു ചലഞ്ച് ആയിരിക്കും. രണ്ടാമത് ടൈംലി ഓർഡർ ഫുൾഫിൽമെന്റ്. നേരത്തെ പറഞ്ഞതുപോലെ ഓർഡർ കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇവിടെ റെഡി ആയിരിക്കും, അല്ലെങ്കിൽ ഡെലിവറി ഞങ്ങൾ ചെയ്തു തരും എന്ന് നമ്മൾ ഉറപ്പ് കൊടുക്കും. ആ സമയത്ത് തന്നെ ആ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അവരിലേക്ക് എത്തിക്കാൻ പറ്റുമോ? നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് കൂടുകയാണ്, കുറെ ഓർഡറുകൾ വരാൻ പോവാണ്. അത്രയും ഓർഡറുകൾ പ്രോസസ് ചെയ്ത് കൃത്യമായ സമയത്ത് ആ ഓർഡറുകളെല്ലാം ക്ലിയർ ചെയ്യണം. അവർക്കെല്ലാം പ്രൊഡക്റ്റ് ഏറ്റവും ക്വാളിറ്റിയോട് കൂടെ അവർ പറയുന്ന ടൈമിൽ അവർ പറയുന്ന ഡേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റണം. സോ ടൈംലി ഓർഡർ ഫുൾഫിൽമെന്റ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ചായി മാറും. അങ്ങനെ പ്രത്യേകിച്ച് വലിയ വലിയ ഇവന്റുകൾക്കൊക്കെ ഓർഡർ കിട്ടുന്ന സമയത്ത് അത്രയും ബൾക്കായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ചെറിയൊരു ടൈമിനുള്ളിൽ ചെയ്തു കൊടുക്കേണ്ടിയൊക്കെ വരും. സോ അത്തരം കാര്യങ്ങളൊക്കെ ഒരു ചലഞ്ചായി വരും. മൂന്നാമത് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും, നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് ആണ്. അല്ലെ, നമ്മൾ നേരത്തെ ഉള്ളതുപോലെയല്ല. നേരത്തെ ഒരു ഷോപ്പ് ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഡിഫറെന്റ് ബ്രാഞ്ചുകളിൽ ഡിഫറെന്റ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ കസ്റ്റമേഴ്സിനെ എല്ലാം നമുക്ക് കൃത്യമായി സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനും അവരെ വീണ്ടും വീണ്ടും നമ്മുടെ ഷോപ്പിലേക്ക് തന്നെ കൊണ്ടുവരാനും അവരുമായി എപ്പോഴും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും നമുക്ക് സാധിക്കണം. അപ്പൊ നമ്പർ ഓഫ് കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടുകയും നമ്പർ ഓഫ് ബ്രാഞ്ചസിന്റെ എണ്ണം കൂടുകയും ചെയ്യുന്ന സമയത്ത് അതൊരു ചലഞ്ചായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ 3 ചലഞ്ചുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ചലഞ്ചസിനെ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുക? അവിടെയാണ് നമ്മൾ ഈ ബിസിനസ് ടൂളുകൾ ഉപയോഗിക്കുക. അവിടെയാണ് ഡിജിറ്റൽ ടെക്നോളജി ബിസിനസ്സിലേക്ക് നമ്മൾ ഉപയോഗിക്കുക. സോ നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് മാനേജ്മെന്റിനെ ഏറ്റവും നന്നായി, ഏറ്റവും എഫിഷ്യന്റ് ആയി, എഫക്റ്റീവ് ആയിട്ട് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി, ആ ആക്ടിവിറ്റികളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ടെക്നോളജികൾക്കാണ് ഈ ബിസിനസ് ടൂളുകൾ എന്ന് പറയാം. സോ എന്താണ് ഈ ബിസിനസ് ടൂൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഈ ബിസിനസ് ടൂൾസ് ആർ സിംപ്ലി സോഫ്റ്റ്വെയർ ഓർ അപ്ലിക്കേഷൻസ്. അപ്പൊ ഇത് സോഫ്റ്റ്വെയറുകളാണ് അല്ലെ, അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് ആണ്. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഉണ്ടാവില്ലേ ആപ്പുകൾ എന്നതുപോലെയുള്ള സോഫ്റ്റ്വെയറുകളാണ്. ആ സോഫ്റ്റ്വെയറുകൾ എന്തിനാ സഹായിക്കുന്നത്? ദാറ്റ് ഹെൽപ്പ് ബിസിനസ്സസ് മാനേജ് ദെയർ ഓൺലൈൻ ഓപ്പറേഷൻസ്. അപ്പോൾ ഒരു ബിസിനസിന്റെ അതിന്റെ ഓൺലൈനായിട്ട് നടക്കേണ്ട കാര്യങ്ങളെ, ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി, അതിനെ സഹായിക്കാൻ വേണ്ടി ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾക്കോ അല്ലെങ്കിൽ അപ്ലിക്കേഷനോ വിളിക്കുന്ന പേരാണ് ഈ ബിസിനസ് ടൂൾസ്. സിംപ്ലി നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ, ദേ ആർ ദ ബാക്ക് ബോൺ ഓഫ് എനി സക്സസ്ഫുൾ ഇ ബിസിനസ്. അപ്പൊ ഏതൊരു ഇ ബിസിനസ്സും സക്സസ്ഫുള്ളി റൺ ചെയ്യണമെങ്കിൽ അവിടെ കൃത്യമായ ചില സോഫ്റ്റ്വെയറുകളും ചില അപ്ലിക്കേഷൻസും നമ്മൾ ഉപയോഗിക്കണം. ആ സോഫ്റ്റ്വെയറുകൾക്കും ആ അപ്ലിക്കേഷൻസിനും നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ ബിസിനസ് ടൂൾസ്. ക്ലിയർ? അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, സോ യു നീഡ് ടൂൾസ് ഫോർ കസ്റ്റമർ സപ്പോർട്ട്. അപ്പൊ എന്തിനൊക്കെയാണ് ടൂൾസ് വേണ്ടത്? ബിസിനസ്സിൽ എന്തിനൊക്കെയാണ് ടൂൾസ് വേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്ന് കസ്റ്റമർ സപ്പോർട്ടിന് ടൂളുകൾ വേണം അല്ലെ. കസ്റ്റമേഴ്സിന് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, അവരൊരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ സർവീസുകളൊക്കെ കൊടുക്കാൻ വേണ്ടി കസ്റ്റമറുമായിട്ട് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്കൊരു ടൂൾ വേണം, ഒരു സോഫ്റ്റ്വെയർ വേണം. പിന്നെയോ മാർക്കറ്റിംഗ് അല്ലെ, നമ്മുടെ പ്രൊഡക്റ്റ് ആരാണോ കൺസ്യൂമേഴ്സ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കൺസ്യൂമേഴ്സിലേക്ക് ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന, വാങ്ങാൻ സാധ്യതയുള്ള ആളുകളിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് അവരിലേക്ക് എത്തിക്കണം, അതിന്റെ ഇൻഫർമേഷൻ എത്തിക്കണം, അതിന്റെ അഡ്വർടൈസ്മെന്റുകൾ എത്തിക്കണം, അവരെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കണം അല്ലെ. മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റിംഗിന് എന്ത് വേണം? ഈ ബിസിനസ്സിൽ കൃത്യമായ സോഫ്റ്റ്വെയറുകൾ, അപ്ലിക്കേഷൻസ് വേണം. മാർക്കറ്റിംഗ്. ലോജിസ്റ്റിക്സ് അല്ലെ, ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കൃത്യമായി നമ്മുടെ റോ മെറ്റീരിയൽസ് കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ആയി ആ പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിന്റെ കയ്യിലേക്ക് എത്തുന്നത് വരെയുള്ള മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് അല്ലെ. ഗുഡ്സ് കൃത്യസമയത്ത് റോ മെറ്റീരിയൽ സപ്ലൈയുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഗോഡൌണിലേക്ക് എത്തണം, അവിടുന്ന് ഫാക്ടറിയിൽ എത്തണം, അവിടുന്ന് ഉണ്ടാക്കി കൺസ്യൂമറുടെ കയ്യിലേക്ക് എത്തണം. അപ്പൊ ഈ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് കൃത്യമായി നിയന്ത്രിക്കാൻ ഓൺലൈൻ സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറുകൾ നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ബിസിനസ്സിൽ ഏത് മേഖലകൾ എടുത്താലും അവിടെയൊക്കെ നമുക്ക് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കേണ്ടി വരും. ഈ ബിസിനസ്സിൽ ഇത് കൃത്യമായി മാനേജ് ചെയ്യാൻ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ,
സോ വിത്ത് ദ റൈറ്റ് സെറ്റ് ഓഫ് ഈ ബിസിനസ് ടൂൾസ്. അപ്പൊ നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഈ പറയുന്ന സോഫ്റ്റ്വെയറുകൾ, ഏതൊക്കെ സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ പറയും, ആ സോഫ്റ്റ്വെയറുകൾ നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം മെച്ചങ്ങൾ ഉണ്ടാവും, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. ഒന്ന്, ക്രിയേറ്റ് ആൻഡ് മാനേജ് യുവർ ഓൺലൈൻ ബിസിനസ് എഫിഷ്യൻ്റ്ലി. നമ്മുടെ ഓൺലൈൻ ബിസിനസ് ഏറ്റവും കാര്യക്ഷമമായി, എഫിഷ്യൻ്റ്ലി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഏറ്റവും ചെലവ് കുറഞ്ഞ് ഏറ്റവും ക്വാളിറ്റിയോടെ. ദാറ്റ് ഈസ് എഫിഷ്യൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെലവ് കുറഞ്ഞ് എന്നാൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് വരുത്താൻ പാടില്ല. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ എന്നാൽ ഏറ്റവും ചെലവ് കുറച്ച് നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസുകൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ. പിന്നെന്താ പറ്റുക? നമ്മൾ ഈ ബിസിനസ് ടൂൾസുകൾ നമ്മൾ ഈ ബിസിനസ് ടൂളുകൾ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഉപയോഗിച്ചാൽ രണ്ടാമത് നമുക്കുള്ള മെച്ചം, കീപ് കോസ്റ്റ് ഡൗൺ. നേരത്തെ പറഞ്ഞത് തന്നെ നമ്മുടെ ചെലവ് താഴോട്ട് പോകും, കോസ്റ്റ് എന്ത് ചെയ്യും? താഴോട്ട് പോകും. മൂന്നാമത്തത്, ഇൻക്രീസ് യുവർ പ്രോഫിറ്റ്. അങ്ങനെ ചെലവ് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് കൂടും? ലാഭം കൂടും, പ്രോഫിറ്റ് കൂടും. ഓക്കെ, സോ ഈ ബിസിനസ് ടൂൾസ് എന്താന്ന് പഠിച്ചു വെക്കുക. ഈ ബിസിനസ് ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് സിംപ്ലി സോഫ്റ്റ്വെയർ ഓർ അപ്ലിക്കേഷൻസ്. സോഫ്റ്റ്വെയറുകളോ അപ്ലിക്കേഷൻസോ ആണ്. ഇത് എന്തിനാ ഉപയോഗിക്കുക? ദാറ്റ് ഹെൽപ്പ് ബിസിനസ്സസ് ടു മാനേജ് ദയർ ഓൺലൈൻ ഓപ്പറേഷൻസ്. ഒരു ബിസിനസിന്റെ ഓൺലൈൻ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾക്കോ അപ്ലിക്കേഷൻസിനോ വിളിക്കുന്ന പേരാണ് ബിസിനസ് ടൂൾസ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ബെനഫിറ്റ്സ് ഓഫ് ഈ ബിസിനസ് ആണ്. ബെനഫിറ്റ്സ് ഓഫ് ഈ ബിസിനസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. നമ്മൾ ഓൺലൈൻ ഡിജിറ്റൽ ടെക്നോളജി ബിസിനസ്സിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്തെല്ലാം മെച്ചങ്ങളാണ് ഉണ്ടാവുക നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ബിസിനസിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ പഠിച്ചതാണ്. അതൊന്നും കൂടി ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഏതായാലും ജസ്റ്റ് നമുക്ക് പോയിന്റുകൾ മാത്രം ഒന്ന് നോക്കാം. ഒന്ന്, റീച്ച് മോർ കസ്റ്റമർ ഓൺലൈൻ. അല്ലേ, കുറെ കസ്റ്റമേഴ്സിനെ കിട്ടും. അല്ലേ, ബിസിനസ്സിലേക്ക് ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുന്ന സമയത്ത് ഈ ലോകത്തിൽ ആർക്കും നമുക്ക് വിൽക്കാൻ പറ്റും. അപ്പൊ ലോകത്തുള്ള ഏതാളും നമ്മുടെ കസ്റ്റമർ ആക്കി മാറ്റാൻ പറ്റും. സോ ദാറ്റ് ഈസ് റീച്ച് മോർ കസ്റ്റമേഴ്സ് ഓൺലൈൻ. ഓൺലൈനിലൂടെ കുറെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റും. രണ്ടാമത്, സെർവ് ക്ലയന്റ് 24/7 × 365. അല്ലെ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിലെ എല്ലാ ദിവസവും ഒരു ദിവസം പോലും ഒഴിവില്ലാതെ 24 ഹവറും നമുക്ക് നമ്മുടെ ബിസിനസ് ആളുകളിലേക്ക് എത്തിക്കാം. ഷോപ്പ് ക്ലോസ് ചെയ്യാന്ന് പറയുന്നൊരു സാധനം ഈ ബിസിനസ്സിൽ ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് കേട്ടോ. ഇത് ഇവിടെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. മൂന്നാമത്, ഗെറ്റ് ഫസ്റ്റ് ഹാൻഡ് ആൻഡ് ഇൻഫർമേഷൻ ഫോർ ക്യാമ്പയിൻസ്. കസ്റ്റമറിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോ കസ്റ്റമേഴ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അത്തരം വിവരങ്ങൾ കസ്റ്റമേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടാൻ പറ്റും. അതിന് കുറെ സമയത്തിന്റെ ആവശ്യമില്ല. ലൈവായിട്ട് കസ്റ്റമേഴ്സിന്റെ പൾസ് എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാൻ പറ്റും. ദാറ്റ് ഈസ് ഗെറ്റ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഫോർ ക്യാമ്പയിൻസ്. മൂന്ന്, ക്രിയേറ്റ് എക്സൈറ്റിംഗ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. കസ്റ്റമേഴ്സിന് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ഓരോരുത്തർക്കും ഏതൊക്കെ തരത്തിലുള്ള ഇൻട്രസ്റ്റ് ആണോ ഉള്ളത്, ഓരോരുത്തരുടെയും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്താണോ അതിന് അനുയോജ്യമായ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ, അതിന് അനുയോജ്യമായ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ കയറിയാൽ എന്റെ അക്കൗണ്ടിൽ വരുന്ന അഡ്വർടൈസ്മെന്റുകളോ എന്റെ അക്കൗണ്ടിന്റെ ഹോം സ്ക്രീനോ അല്ല നിങ്ങളുടെ ഫ്ലിപ്കാർട്ട് അക്കൗണ്ടിൽ കയറിയാൽ കിട്ടുക. എന്റെ യൂട്യൂബ് ആപ്പിൽ ഞാൻ കയറിയാൽ കിട്ടുന്ന ഹോം സ്ക്രീൻ അല്ല, അവിടെ കാണുന്ന സജഷൻസ് അല്ല നിങ്ങളുടേത്. ഓരോരുത്തരുടെയും ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിനനുസരിച്ചിട്ടുള്ള ഷോപ്പിംഗ് എക്സ്പീരിയൻസ് അത് കൊടുക്കാൻ ആർക്ക് കഴിയും? ഈ ബിസിനസ്സിന് കഴിയും. പിന്നെ ഇന്റഗ്രേറ്റ് ഓൾ യുവർ ടൂൾസ്. നമ്മൾ എന്തെല്ലാം ടൂൾസുകളാണോ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നത്, ഡിജിറ്റൽ ടൂൾസുകളാണോ, അതെല്ലാം മാനേജ് ചെയ്ത് അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യാനും കഴിയും. സോ ദാറ്റ് ഈസ് ബെനിഫിറ്റ്സ് ഓഫ് ഈ ബിസിനസ്. ഈ ബിസിനസിന്റെ മെച്ചാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എന്നാൽ ഇവിടെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തെന്നുള്ളൂ. ഇനി കീ ഇ ബിസിനസ് ടൂൾസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ഭാഗമാണ് കീ ഇ ബിസിനസ് ടൂൾസ്. നമ്മൾ പറഞ്ഞു ഈ ബിസിനസ് ടൂൾസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ സഹായിക്കാൻ വേണ്ടി, ബിസിനസിന്റെ ആക്ടിവിറ്റീസുകൾ, ഓൺലൈൻ ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യുന്നതിനെ സഹായിക്കാൻ വേണ്ടി ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് ആണ് ഈ ബിസിനസ് ടൂൾസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഏതെല്ലാം ഈ ബിസിനസ് ടൂൾസുകൾ ഉണ്ട് അല്ലെങ്കിൽ ഏതെല്ലാം മേഖലയിലുള്ള ഈ ബിസിനസ് ടൂൾസുകൾ ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഹിയർ ആർ സം ഓഫ് ദ മേജർ ഇ-കൊമേഴ്സ് ടൂൾസ് ദാറ്റ് ഡ്രൈവ് ബിസിനസ് ഗ്രോത്ത് ആൻഡ് സക്സസ്. അപ്പൊ ഒരു ബിസിനസ്സിനെ ഏറ്റവും പുരോഗതിയിലേക്ക്, ഏറ്റവും വിജയത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഈ ബിസിനസ് ടൂൾസുകൾ താഴെ പറയുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് ആണ്. ഇതൊരു ഇ ബിസിനസ് ടൂൾസ് ആണ്. എന്താ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞാൽ? ഇ-കൊമേഴ്സ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സാധനങ്ങൾ, പ്രൊഡക്റ്റ് ആൻഡ് സർവീസുകൾ, ഗുഡ്സ് ആൻഡ് സർവീസുകൾ വിൽക്കാനും വാങ്ങാനും ഉപയോഗിക്കുന്ന സ്റ്റോറുകൾ എന്നാണ് ഇ-കൊമേഴ്സ് സൈറ്റുകൾ. വെബ്സൈറ്റ് എന്ന് പറയാം അല്ലെ. നമ്മൾ ഫ്ലിപ്കാർട്ടിനെ ഉദാഹരണമായി പറഞ്ഞിരുന്നു, ആമസോണിനെ ഉദാഹരണമായിട്ട് പറഞ്ഞിരുന്നു, മിന്ത്രയെ ഉദാഹരണമായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അവിടെയൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മളൊരു ഷോപ്പിലേക്ക് പോകുന്നതിന് പകരം ഒരു
വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. ആ വെബ്സൈറ്റിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. അതിൽ നമുക്ക് വില, അതിന്റെ പ്രൈസ്, അതിന്റെ ക്വാളിറ്റി, അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ കളറൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യുന്നു, നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നു, അവിടെ പേയ്മെന്റ് കൊടുക്കുന്നു, അവർ പറഞ്ഞ സമയത്ത് ഡെലിവറി ചെയ്യുന്നു. സോ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിനെ സഹായിക്കുന്ന വെബ്സൈറ്റുകൾക്കാണ് എന്ത് പറയാ, ഇ കൊമേഴ്സ് സ്റ്റോർ. അപ്പൊ ഇ കൊമേഴ്സ് സ്റ്റോർ ആണ് ഒന്നാമത്തെ ഈ ബിസിനസ് ടൂൾ എന്ന് പറയുന്നത്, ബിസിനസ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഇടപാട്, ട്രാൻസാക്ഷൻ, അതായത് എക്സ്ചേഞ്ച് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയെ നമ്മൾ ഒരു വെബ്സൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു, നമ്മുടെ ഷോറൂമിനെ ഒരു വെബ്സൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നർത്ഥം. ദാറ്റ് ഈസ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ്. ഓക്കെ, അതിന് ഉദാഹരണമാണ് എന്ത്, ഷോപ്പിഫൈ, ബിഗ് കൊമേഴ്സ്, വൂ കൊമേഴ്സ്, സെയിൽസ് ഫോഴ്സ്, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇതൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തത് കണ്ടന്റ് ക്രിയേഷൻ ടൂൾസ്. അല്ലെ, നമ്മൾ മാർക്കറ്റിംഗിൽ നമ്മൾ ഇ പോസ്റ്ററുകളിലേക്കും നമ്മൾ വീഡിയോസ് ഉണ്ടാക്കുന്നതിനൊക്കെ കണ്ടന്റ് വേണം. അല്ലെ, ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ടൂൾസുകൾ ഉണ്ട്. ബിസിനസ്സിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരുപാട് ടൂൾസുകൾ ഉണ്ട്. സോ എസെൻഷ്യൽ ഫോർ ബിൽഡിംഗ് യുവർ ബ്രാൻഡ് ആൻഡ് ഇൻക്രീസിംഗ് ഓൺലൈൻ വിസിബിലിറ്റി. ഓൺലൈനിൽ നമ്മളുടെ ബ്രാൻഡ് എപ്പോഴും ഇങ്ങനെ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അല്ലെ, അപ്പൊ അതിന് നമ്മൾ പ്രൊമോഷൻ റീലുകൾ ചെയ്യേണ്ടി വരും, ഇ പോസ്റ്ററുകൾ ഔട്ട് ചെയ്യേണ്ടി വരും. അല്ലെ, ഓരോ കണ്ടന്റുകൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ടും ഫേസ്ബുക്കിൽ വീഡിയോ ആയിട്ടും അതുപോലെ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും അല്ലാതൊക്കെ നമ്മുടെ കണ്ടന്റ് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കണം. കസ്റ്റമേഴ്സിലേക്ക് ഇങ്ങനെ ആളുകളിലേക്ക് എപ്പോഴും ലൈവായിട്ട് നിൽക്കണം. ഇത് ലൈവായിട്ട് നിൽക്കണമെങ്കിൽ ഈ ഇതൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമായ കോണ്ടന്റ് നമുക്ക് കിട്ടണം, കൃത്യമായ ഐഡിയ വേണം. അപ്പൊ ഈ കോണ്ടന്റുകൾ നമുക്ക് നൽകാൻ വേണ്ടി ഒരുപാട് ടൂൾസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. സോ അതിൽ ഉദാഹരണം ഇതിൽ പറയുന്നത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ കണ്ടന്റ് വീഡിയോ എടുക്കണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, ഈ പോസ്റ്ററുകൾ നല്ല ഭംഗിയിൽ എഡിറ്റ് ചെയ്യണം. അല്ലെ, ഇങ്ങനത്തെ കോണ്ടന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ബിസിനസ് ടൂൾസുകൾ ഉണ്ട്. അതിൽ ഉദാഹരണമാണ് ക്യാൻവ. ക്യാൻവ പലർക്കും നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആപ്പ്, ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും ക്യാൻവ. അല്ലെ, നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും ഈ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഫോട്ടോസിന് ഫ്രെയിം കൊടുക്കാൻ വേണ്ടി, ബർത്ത്ഡേ പിന്നെ വിഷസുകൾ കൊടുക്കാൻ വേണ്ടി ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഉപയോഗങ്ങൾക്ക് ക്യാൻവ ഉപയോഗിക്കുന്ന ആളുകൾ നമ്മളുടെ ഈ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവും. സോ ക്യാൻവ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ടൂളാണ്. അതുപോലെ വേർഡ് പ്രസ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഇതുണ്ട് കേട്ടോ. അഡോബ് ഫോട്ടോഷോപ്പ്, പ്രീമിയർ പ്രോ, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. ഇനി മൂന്നാമത്തെ തരം ടൂൾസ്, ഈ ബിസിനസ് ടൂൾ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റേണൽ ഓർഗനൈസേഷൻ ടൂൾസ് ആണ്. അതായത് ഒരു സ്ഥാപനത്തിന്റെ അകത്ത് തന്നെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അതുപോലെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഹ്യൂമൻ റിസോഴ്സ് HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിലൊക്കെ കമ്മ്യൂണിക്കേഷൻസ് നടക്കണമല്ലോ. ഇവർക്കിടയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെന്റ് ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്താലേ ബിസിനസ് ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ ഈ ബിസിനസിന്റെ അകത്തുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി സഹായിക്കുന്ന ഒരുപാട് ഈ ബിസിനസ് ടൂളുകൾ, ഡിജിറ്റൽ സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റേണൽ ഓർഗനൈസേഷൻ ടൂൾസ്. ഓക്കെ, സോ ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? സ്ട്രീം ലൈൻ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രൊജക്ട് മാനേജ്മെന്റ്. ഓക്കെ, ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രൊജക്ട് മാനേജ്മെന്റ്. സോ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റേണൽ ഓർഗനൈസേഷൻ. അതിന് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്ലാക്ക്, മെസ്സേജുകൾ, ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ മെസ്സേജ് അയക്കാൻ സ്ലാക്കുകൾ ഉണ്ട്. അതുപോലെ കോഡ, പ്രൊഡക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് കോഡ, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ 3 തരം ടൂൾസുകൾ ഉപയോഗിച്ച്, ഒന്ന് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയിട്ട് നമ്മുടെ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനൊക്കെ ഉള്ള വെബ്സൈറ്റുകൾ, ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം. 2 കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ടൂൾസ്. മൂന്നാമത്തത് ഇന്റേണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി സഹായിക്കുന്ന ടൂൾസ്. ഓക്കെ ആണല്ലോ. ഇനി നാലാമത്തെ തരം ടൂൾസ്, ഇത് കഴിഞ്ഞിട്ടില്ല കിട്ടുന്ന ടൂൾസുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാലാമത്തത് സെയിൽസ് ആൻഡ് ലോജിസ്റ്റിക്സ് ടൂൾസ് ആണ്. സെയിൽസ് ആൻഡ് ലോജിസ്റ്റിക്സ് ടൂൾസ്. ഈ ടൂൾസിന്റെ പ്രത്യേകത എന്താ? ഈ ടൂൾസ് പ്രൊവൈഡ് ക്രൂഷ്യൽ സപ്പോർട്ട് ഫോർ ഷിപ്പിംഗ് ആൻഡ് ഓർഡർ ഫുൾഫിൽമെന്റ്. അപ്പോൾ സെയിൽസ് ആൻഡ് ലോജിസ്റ്റിക് ടൂൾസ് ഉപയോഗിക്കുന്നത് ഓർഡറുകൾ സ്വീകരിക്കാനും ആ ഓർഡറുകൾ കൃത്യസമയത്ത് ആരാണോ ഓർഡർ തന്ന കൺസ്യൂമർ അയാളിലേക്ക് അയാളോട് പറഞ്ഞ എസ്റ്റിമേറ്റഡ് ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യിപ്പിക്കാനും, അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് കൃത്യസമയത്ത് വെയർഹൌസിൽ നിന്ന് കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി കുറെ ടൂൾസുകൾ, കുറെ സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഉപയോഗിക്കും. ആ സോഫ്റ്റ്വെയറുകൾക്ക് പറയുന്ന പേരാണ് സെയിൽസ് ആൻഡ് ലോജിസ്റ്റിക്സ് ടൂൾസ്. അതിന് ഉദാഹരണം കൊടുത്തത് ഷിപ്പ് വെയർ, ഷിപ്പ് സ്റ്റേഷൻ എന്നൊക്കെയാണ്. അത് ഒരു രാജ്യത്തിന്റെ അകത്തുള്ള ആളുകൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കൺസ്യൂമർ നമ്മുടെ രാജ്യത്തിന്റെ അകത്താണെങ്കിലും
ഇനി രാജ്യത്തിന്റെ പുറത്ത് ഇന്റർനാഷണൽ ആണെങ്കിലും ഇവർക്കൊക്കെയുള്ള മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് അവരുടെ ഓർഡർ സ്വീകരിക്കുന്നു, അവർക്ക് പറഞ്ഞ സമയത്ത് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുക. ഈ ഒരു ലോജിസ്റ്റിക്സ് ആൻഡ് സെയിൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സെയിൽസ് ആൻഡ് ലോജിസ്റ്റിക്സ് ടൂൾസ്. ഇനി അഞ്ചാമത്തതാണ് മാർക്കറ്റിംഗ് ടൂൾസ്. മാർക്കറ്റിംഗ് ടൂൾസ് നമ്മൾ പറഞ്ഞു. മാർക്കറ്റിംഗ് ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് സോഫ്റ്റ്വെയർസ് അല്ലെ, കുറച്ച് സോഫ്റ്റ്വെയറുകളാണ്. ആ സോഫ്റ്റ്വെയറുകൾ എന്തിനാ ഉപയോഗിക്കുക? ഫ്രം ഇമെയിൽ ക്യാമ്പയിൻ ടു സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്. നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ മാനേജ് ചെയ്യണം. സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ പരസ്യങ്ങൾ, അഡ്വർടൈസ്മെന്റുകൾ, ഇൻഫർമേഷൻസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. ആർക്കാണോ ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ളത് ആ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റുകളും ഇൻഫർമേഷൻസും പ്രൊമോഷണൽ ആക്ടിവിറ്റീസുകളൊക്കെ നമുക്ക് മാനേജ് ചെയ്യണം. ഇമെയിലിലൂടെ നമ്മുടെ കൺസ്യൂമേഴ്സിന് നമ്മുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യണം. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് മാർക്കറ്റിംഗ് ടൂൾസ് എന്ന് പറഞ്ഞാൽ. അതിന് ഉദാഹരണമാണ് മെയിൽ ചിപ്പ്, പിന്നെ ബഫർ. ഇതൊക്കെ പിന്നെ മാർക്കറ്റിംഗ് ടൂൾസുകളാണ്. ഓക്കെ, ഇനി ആറാമത്തെ ഈ ബിസിനസ് ടൂളാണ് അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ് ടൂൾസ്. അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ് ടൂൾസ് എന്താ? അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ് ടൂൾസ് എന്ന് പറഞ്ഞാൽ മെഷർ യൂസർ ബിഹേവിയർ, ട്രാക്ക് പെർഫോമൻസ് ട്രെൻഡ്സ് ആൻഡ് അനലൈസ് യുവർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ടു ബൂസ്റ്റ് സെയിൽസ് ആൻഡ് റിഡ്യൂസ് കോസ്റ്റ്. അതായത് നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ ബിസിനസ്സിലെ സെയിൽസും അതുപോലെ നമ്മുടെ കോസ്റ്റ് കുറക്കാനും സെയിൽസ് കൂട്ടാനൊക്കെ വേണ്ടി നമുക്ക് കൃത്യമായ ഡാറ്റ ആവശ്യമുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ, അതുപോലെ നമ്മളുടെ സെയിൽസിനെ കുറിച്ചുള്ള ഡാറ്റ, നമ്മുടെ കോസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഡാറ്റ, അങ്ങനെ ബിസിനസിന്റെ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള കീ ഡാറ്റകൾ ശേഖരിക്കുകയും ആ ഡാറ്റകൾ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്, എവിടെയൊക്കെയാണ് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്ന ഒരുപാട് ടൂൾസുകൾ ഉണ്ട്. ആ ടൂൾസിനെ വിളിക്കുന്ന പേരാണ് അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ് ടൂൾസ്. ഓക്കെ, സോ മെഷർ യൂസർ ബിഹേവിയർ അല്ലെ, ഓരോ കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഉപയോഗിക്കുന്ന ആളുകളെ കുറിച്ചിട്ടും ഈ ഡിജിറ്റൽ ടെക്നോളജീസ് ഉപയോഗിക്കുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ, അവരുടെ ബിഹേവിയർ മെഷർ ചെയ്യുക. അതുപോലെ ട്രാക്ക് പെർഫോമൻസ് ട്രെൻഡ്സ്, ബിസിനസിന്റെ ട്രെൻഡ് ട്രാക്ക് ചെയ്യുക. അതായത് ബിസിനസ് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഇങ്ങനെ ബിസിനസിന്റെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ട്, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ബിസിനസ്സിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്, എന്താണ് ട്രെൻഡ് എന്നതിനെ കുറിച്ച്. ഇപ്പൊ ബിസിനസിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇനി അടുത്ത വർഷത്തെ എങ്ങോട്ടായിരിക്കും പോവുക, മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്ന ടൂളുകളുണ്ട്, അല്ലെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ടൂളുകളുണ്ട്. ആ ടൂൾസിനെ വിളിക്കുന്ന പേരാണ് അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ് ടൂൾസ്. അടുത്ത ടൂളാണ് കസ്റ്റമർ സർവീസ് ടൂൾസ്. കസ്റ്റമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ, കസ്റ്റമർക്ക് നമ്മൾ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുത്താൽ പിന്നെ ആ പ്രൊഡക്റ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, ആ പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം, പ്രൊഡക്റ്റിന്റെ ഉപയോഗവുമായി ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കണം, കസ്റ്റമേഴ്സിന് ആഫ്റ്റർ സെയിൽ സർവീസ്, ഗ്യാരണ്ടി, വാറന്റി പോലെയുള്ള സർവീസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ കസ്റ്റമറുമായി ബന്ധപ്പെട്ടുള്ള റിലേഷൻഷിപ്പ് ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ ടൂൾസുകൾക്ക് പറയുന്ന പേരാണ് കസ്റ്റമർ സർവീസ് ടൂൾസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ അതിന്റെ ഉദാഹരണമാണ് അക്വയർ, സെൻഡെസ്ക് പോലെയുള്ള കസ്റ്റമർ സപ്പോർട്ട് ടൂൾസിന് ഉദാഹരണമാണ്. ഓക്കെ, ഇനി അപ്പൊ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. അപ്പൊ ബിസിനസ്സിൽ അപ്പൊ എന്താ ഈ ബിസിനസ് ടൂൾസ് എന്നാണ് നമ്മുടെ ബ്ലോക്കിന്റെ പേരും, നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരും ഈ ബിസിനസ് ടൂൾസ് എന്നാണ്. ഈ ബിസിനസ് ടൂൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ പറഞ്ഞത്, ബിസിനസ്സിലെ ഓൺലൈൻ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളും അപ്ലിക്കേഷൻസും ആണ് ഈ ബിസിനസ് ടൂൾ എന്ന് പറഞ്ഞു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഈ ബിസിനസ് ടൂൾസുകൾ നമ്മൾ പറഞ്ഞു അല്ലെ, പല കാര്യങ്ങൾക്ക് വേണ്ടി പലതരം ഈ ബിസിനസ് ടൂളുകളാണ് ഉപയോഗിച്ചത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പലതരത്തിലുള്ള മാർക്കറ്റിങ്ങിന് വേണ്ടി ടൂളുകളുണ്ട്, അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ് ടൂൾസുകളുണ്ട്, കസ്റ്റമർ സർവീസ് ടൂൾസുകളുണ്ട്, ഇങ്ങനെ കുറെ ടൂൾസുകളുണ്ട്. ഈ ടൂൾസുകളിൽ 3 ടൂൾസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട 3 ടൂൾസുകൾ. ഓക്കെ, അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ആ 3 ടൂളുകൾ പരിചയപ്പെടുന്നതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കും. നമ്മൾ ഇന്ന് പാർട്ട് 1 ബ്ലോക്ക് 2-ലെ ഒന്നാമത്തെ യൂണിറ്റ് ആണ്. ഈ ഒന്നാമത്തെ യൂണിറ്റിനെ നമ്മൾ 2 പാർട്ടായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതിൽ ആദ്യത്തെ പാർട്ടായ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൂൾ ഏതാണെന്ന് വെച്ചാൽ ERP എന്ന് പറഞ്ഞാൽ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ഓക്കെ, ഓർത്തു വെക്കുക, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ERP ഒന്നാമത്തെ ടൂളിന്റെ പേരാണ് ERP, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ടൂളിനെ കുറിച്ചാണ്. ഒരു ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ടൂളാണ്
ERP എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താ ERP എന്ന് പറഞ്ഞാൽ? എന്താണ് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ പവർഫുൾ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ERP സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. That helps business manage their entire daily operations from one central system. That is the key point. Means that helps business to manage their entire daily operations from central system. അപ്പോൾ ഒരു സെൻട്രൽ സിസ്റ്റത്തിൽ നിന്നും ഒരു സെൻട്രൽ സിസ്റ്റമാണ് ഇതിനുണ്ടാവുക. ആ സെൻട്രൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസിന്റെ എല്ലാതരം ഡെയിലി ഓപ്പറേഷൻസും, ഒരു ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നമുക്ക് പറയാം, ദിനേന നടക്കുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ ആ ഓപ്പറേഷൻസിനെ എല്ലാം ഒരു സെൻട്രൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറിന് പറയുന്ന പേരാണ് ERP, Enterprise Resource Planning. So it is a powerful type of software that help business to manage their entire daily operations. ഒരു ബിസിനസ്സിൽ എന്തെല്ലാം ഒരു ദിവസം എന്തെല്ലാം ഓപ്പറേഷൻസ് നടക്കുമോ അതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? ഫ്രം വൺ സെൻട്രൽ സിസ്റ്റം. ഒരു സെൻട്രൽ സിസ്റ്റം ഉണ്ടാവും. അപ്പൊ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, HR ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ്, ഈ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ നടക്കുന്ന ഓപ്പറേഷൻസിനെ ഒരു സെൻട്രൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകൾക്ക് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന് പറയുന്ന പേരാണ് ERP, Enterprise Resource Planning. Okay, so think of it as a brain of a company. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ കണക്കാക്കാം? ഒരു കമ്പനിയുടെ ബ്രെയിൻ എന്നുള്ള രൂപത്തിൽ ഈ ERP സോഫ്റ്റ്വെയറിനെ, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സോഫ്റ്റ്വെയർ നമുക്ക് കണക്കാക്കാം. കാരണം അവിടെ നിന്നാണ് ഈ എല്ലാ കാര്യങ്ങളെയും എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളെയും കണക്ട് ചെയ്യുന്നു. കണക്ടിങ് എവറിത്തിങ് ഇൻ ദ ബിസിനസ്. ഒരു ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ERP സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ബ്രിങ്സ് ടുഗദർ ഓൾ കോർ ബിസിനസ് ആക്ടിവിറ്റീസ്. ഓൾ കോർ ബിസിനസ് ആണ്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്തെല്ലാം ആക്ടിവിറ്റീസുകൾ ഉണ്ടോ അതിനെല്ലാം ഇത് എന്ത് ചെയ്യും? ഇന്റഗ്രേറ്റ് ചെയ്യും, ഇതിനെ കണക്ട് ചെയ്യും, കോർഡിനേറ്റ് ചെയ്യും. അപ്പൊ ഒരു ബിസിനസ്സിൽ എന്തെല്ലാം പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ഉണ്ടാവുക നമുക്ക് നോക്കാം. ഒന്നാമത്തത് അക്കൗണ്ടിങ്, അല്ലെ? ബിസിനസ്സിൽ അക്കൗണ്ടിങ് ഉണ്ടാവും. അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? എഴുതി വെക്കണം. ബിസിനസ്സിലേക്ക് വരുന്ന എമൗണ്ട്, പോകുന്ന എമൗണ്ട്, എല്ലാ കാര്യങ്ങളും. ഇത് ബിസിനസ്സിൽ നടക്കുന്ന ഒരു കോർ ആക്ടിവിറ്റിയാണ്. രണ്ടാമത് ബിസിനസ്സിൽ നടക്കുന്ന ഒരു കോർ ആക്ടിവിറ്റിയാണ് പ്രൊക്യൂർമെന്റ്. എന്താ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യണമെങ്കിൽ ആദ്യം റോ മെറ്റീരിയൽസ് വേണം, അല്ലെ? അസംസ്കൃത വസ്തുക്കൾ വേണം. അത് എവിടെയാണോ ലോകത്ത് അവൈലബിൾ ആവുക അവിടെ നിന്ന് ആ റോ മെറ്റീരിയൽസ് വാങ്ങി നമ്മുടെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് പ്രൊക്യൂർമെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ പ്രൊക്യൂർമെന്റ് രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റിയാണ്. മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് പ്രൊജക്ട് മാനേജ്മെന്റ്. നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാവും നമുക്ക്, അല്ലെ? ഒരു ബിസിനസ്സിന് ഡിഫറെന്റ് പ്രൊജക്റ്റുകൾ ഉണ്ടാവും, ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവും. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേസിൽ ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് അതിനെ മാനേജ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മളെ കയ്യിലുള്ള എമൗണ്ടുകളെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റികളിൽ കൊണ്ടുപോയി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രൊജക്റ്റിനെ കുറിച്ച് കൃത്യമായി പഠിക്കണം. അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എത്രയാണ് നമുക്ക് റിട്ടേൺ കിട്ടുക, അതിന്റെ പ്രോഫിറ്റബിലിറ്റി എത്രയാണ്, ഭാവിയിൽ അതിന് വളർച്ച ഉണ്ടാകുമോ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ ഡിസിഷൻ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ പ്രൊജക്റ്റിനെ കൃത്യമായി മാനേജ് ചെയ്യണം. ഓരോ സമയത്തും നമ്മൾ വിചാരിച്ചതുപോലെ, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ആ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോ ചെയ്യുന്നുണ്ടോ, അവിടെ നമുക്ക് കൃത്യമായ റിട്ടേൺ കിട്ടുന്നുണ്ടോ, റിട്ടേണിനേക്കാൾ വലിയ കോസ്റ്റ് അവിടുന്ന് വരുന്നുണ്ടോ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യണം. സോ അതാണ് പ്രൊജക്ട് മാനേജ്മെന്റ്. അപ്പൊ ബിസിനസ്സിലെ ഒരു പ്രധാനപ്പെട്ട മൂന്നാമത്തെ കോർ ആക്ടിവിറ്റിയാണ് പ്രൊജക്ട് മാനേജ്മെന്റ്. നാലാമത്തെ ഒരു ബിസിനസ്സിലെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് റിസ്ക് മാനേജ്മെന്റ് ആൻഡ് കംപ്ലയൻസ്. റിസ്ക് മാനേജ്മെന്റ് പറഞ്ഞാൽ ബിസിനസ്സിൽ നഷ്ടം വരാനുള്ള സാധ്യതകൾ പല സമയത്തുണ്ടാവും. അപ്പൊ ഈ റിസ്കിനെ പരമാവധി എങ്ങനെ മാനേജ് ചെയ്യാം? പരമാവധി റിസ്ക് കുറച്ചുകൊണ്ട് എങ്ങനെ മാനേജ് ചെയ്യാം? അതിന് ഇപ്പൊ നമുക്ക് ഇൻഷുറൻസ് ഫെസിലിറ്റികൾ ഉപയോഗപ്പെടുത്തേണ്ടി വരും. റിസ്ക് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ ഇൻവെസ്റ്റ്മെന്റുകൾ കൃത്യമായി പഠിച്ചതിന് ശേഷം ചെയ്യേണ്ടി വരും. അങ്ങനെ കുറെ റിസ്ക് കുറക്കാൻ പറ്റുന്ന കുറെ മെത്തേഡ്സുകൾ ഉണ്ട്. അതുപോലെ കംപ്ലയൻസസ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി. നമ്മൾ എന്ത് ബിസിനസ് നടത്തുമ്പോഴും നിയമത്തിന് എതിരാവാൻ പാടില്ല. അപ്പൊ നിയമപരമായ എന്തെല്ലാം പ്രൊവിഷൻസുകളാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്, നമ്മൾ എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ടാണോ എടുക്കുന്നത് എന്ന് കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടി വരും. അത് ബിസിനസ്സിലെ ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് റിസ്ക് മാനേജ്മെന്റ് ആൻഡ് കംപ്ലയൻസ് എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ അല്ലെങ്കിൽ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കോർ ആക്ടിവിറ്റിയാണ് സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ്. ബിസിനസ്സിൽ റോ മെറ്റീരിയൽ സപ്ലൈയുടെ കയ്യിൽ നിന്ന് വാങ്ങി അത് ഗോഡൌണിലേക്ക് കൊണ്ടുവന്ന് അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആരാണോ ഓർഡർ ചെയ്തത് ആ കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെയാണ് സപ്ലൈ ചെയിൻ വിളിക്കുക.
അപ്പൊ സപ്ലയറുടെ കയ്യിൽ നിന്ന് റോ മെറ്റീരിയൽസ് അത് മൂവ് ചെയ്ത് ഒരു ഫാക്ടറിയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ആയി ആ പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ, ദാറ്റ് ഈസ് അതിന്റെ ഇടയിൽ വരുന്ന കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ദാറ്റ് ഈസ് സപ്ലൈ ചെയിൻ ആക്ടിവിറ്റീസ്. ഈ ആക്ടിവിറ്റീസും ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഒരു കോർ ആക്ടിവിറ്റിയാണ്. അപ്പൊ ഇതെല്ലാം ബിസിനസിന്റെ കോർ ആക്ടിവിറ്റീസ് ആണ്. ഈ കോർ ആക്ടിവിറ്റീസിനെ എല്ലാം കണക്ട് ചെയ്യുകയും അതെല്ലാം ഒരു സെൻട്രൽ സിസ്റ്റം ഉപയോഗിച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകൾക്ക് പറയുന്ന പേരാണ് ERP സോഫ്റ്റ്വെയർ. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് ERP സോഫ്റ്റ്വെയർ എന്നതിനെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്തിനാണ് ERP സോഫ്റ്റ്വെയർ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതിനെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സോ ERP സോഫ്റ്റ്വെയറുകളുടെ ഗോൾ എന്ന് പറയുന്നത്, അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു കൺസോളിഡേറ്റ്, എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടുക. അതാണ് കൺസോളിഡേറ്റഡ്, ബ്രിങ് ടുഗദർ, എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഡിഫറെന്റ് ആക്ടിവിറ്റീസുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടുന്നു. ആൻഡ് ഒപ്റ്റിമൈസ് ദീസ് ആക്ടിവിറ്റീസ്, ഈ ആക്ടിവിറ്റീസിനെ എല്ലാം നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നു, ഏറ്റവും ചെലവ് കുറച്ച് അതിനെ മാനേജ് ചെയ്യുന്നു. ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻസ്, നമ്മുടെ ഇടയിലുള്ള കസ്റ്റമേഴ്സിനോടുള്ള സപ്ലയേഴ്സിനോടുള്ള നമ്മുടെ ബിസിനസിന്റെ അകത്തുള്ള കമ്മ്യൂണിക്കേഷൻസിനെ ഇംപ്രൂവ് ചെയ്യുന്നു. അതിന് ഡാറ്റ മാനേജ്മെന്റ്, നമ്മുടെ ഡാറ്റ കൃത്യമായി മാനേജ് ചെയ്യുന്നു. അതിന് ഡിസിഷൻ മേക്കിംഗ് അക്രോസ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഇടയിലും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഡാറ്റകൾ എടുത്തുകൊണ്ട് ഏറ്റവും നല്ല ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം കൺസോളിഡേറ്റ് ചെയ്യുന്ന, ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുക എന്നതാണ് ERP സോഫ്റ്റ്വെയറുകളുടെ ലക്ഷ്യം, ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ERP സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യാം? നമ്മുടെ ബിസിനസ്സിൽ ഒരു ERP ടൂൾ, ERP സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ അതെങ്ങനെ വർക്ക് ചെയ്യാം? വർക്ക് ചെയ്യാൻ ERP സിസ്റ്റംസ് ആർ ബിൽറ്റ് വിത്ത് മോഡുലർ ഡിസൈൻ. ഒരു മോഡുലർ ഡിസൈനിലാണ് ഇത് ഡിസൈൻ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ സിസ്റ്റം ഉണ്ടാവും. ഈ സിസ്റ്റത്തിന് പുറമെ ഡിഫറെന്റ് മൊഡ്യൂളുകൾ ഉണ്ടാവും. ERP സോഫ്റ്റ്വെയറിൽ ഡിഫറെന്റ് മൊഡ്യൂൾ. ഈ ഓരോ മൊഡ്യൂളുകളും ഓരോ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യാൻ, ഇത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിനായിരിക്കും, ഇത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിനായിരിക്കും, ഇത് അക്കൗണ്ടിങ് മാനേജ് ചെയ്യാനായിരിക്കും, ഇത് ഇൻവെന്ററി മാനേജ് ചെയ്യാനായിരിക്കും, ഇത് ഫിനാൻസ് മാനേജ് ചെയ്യാനായിരിക്കും. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ മാനേജ് ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് മൊഡ്യൂളുകൾ ഉണ്ടാവും. ഈ മൊഡ്യൂളുകളെ എല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു സെൻട്രൽ സിസ്റ്റം ഉണ്ടാവും. ഇതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു സെൻട്രൽ സിസ്റ്റം ഉണ്ടാവും. ഈ സിസ്റ്റം ആയിരിക്കും ഇതിനെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ ERP systems are built with modular design. Each module focus on a specific business function. ഓരോ മൊഡ്യൂളുകളിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബിസിനസ് ഫംഗ്ഷൻ ആയിരിക്കും മാനേജ് ചെയ്യാം. ഉദാഹരണം കൊടുത്തിന്, ഒന്ന് ഫിനാൻസ് ആയിരിക്കും, ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഒന്ന് ഫിനാൻസ് ആയിരിക്കും, ഒന്ന് HR ആയിരിക്കും, ഒന്ന് സെയിൽസ് ആയിരിക്കും. അങ്ങനെ ഓരോ മൊഡ്യൂളും ഓരോ ബിസിനസ് ഫംഗ്ഷൻസ് ആയിരിക്കും ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബട്ട് ദേ ഓൾ ഷെയർ എ സിംഗിൾ യൂണിഫൈഡ് ഡാറ്റാബേസ്. പക്ഷെ അവരുടെ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് വെച്ചിരിക്കുന്നത്, ആ വിവരങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ഒരു സെൻട്രൽ സിസ്റ്റത്തിലാണ്. ഈ എല്ലാ മൊഡ്യൂൾ ഓരോന്നും ഡിഫറെന്റ് മൊഡ്യൂളുകളാണ്. സെയിൽസിന് ഒരു മൊഡ്യൂള്, പർച്ചേസിന് ഒരു മൊഡ്യൂള്, സപ്ലൈ ചെയിൻ ഒരു മൊഡ്യൂള്, അക്കൗണ്ടിങ്ങിന് ഒരു മൊഡ്യൂള്, HRന് ഒരു മൊഡ്യൂൾ. ഈ മൊഡ്യൂളുകളിലൊക്കെ ഉള്ള, ഈ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെയുള്ള വിവരങ്ങൾ ഒരൊറ്റ സ്ഥലത്ത് ഒരു സെൻട്രൽ ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. അവിടെ നിന്നാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഒരു സെൻട്രൽ ഡാറ്റാബേസ് ആണ് ഇതിനുണ്ടാവുക. ദാറ്റ് ഈസ് യൂണിഫൈഡ് ഡാറ്റാബേസ് എന്നാണ് പറയാം. That is called unified database. So ഈ യൂണിഫൈഡ് ഡാറ്റാബേസിന്റെ പ്രത്യേകത എന്താ? ആ ബിസിനസ്സിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഡാറ്റകൾ ഇവിടെ ഉണ്ടാവും. സോ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഈ ഡാറ്റാബേസ് ഉപയോഗിക്കാൻ പറ്റും. ഈ ഡാറ്റാബേസിലേക്ക് ആക്സസ് ഉണ്ടാവും. അവർക്ക് വേണ്ട വിവരങ്ങൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് യൂണിഫൈഡ് ഡാറ്റാബേസ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണ് ഒരു ERP സിസ്റ്റം, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി സ്കോപ്പ് ഓഫ് ERP സിസ്റ്റം. ERP സിസ്റ്റത്തിന്റെ സാധ്യത എന്താണ്? ഒരു ബിസിനസ്സിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്താൽ എന്തെല്ലാം സാധ്യതകളാണ് ആ ബിസിനസ്സിനുള്ളത് എന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ ഹൗ ERP ഹെൽപ്സ് ഇൻ ഡിഫറെന്റ് ഏരിയാസ്, അതാണ് സ്കോപ്പ് ഓഫ് ERP എന്ന് പറഞ്ഞാൽ. ERP സോഫ്റ്റ്വെയർ നമ്മളെ ബിസിനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്താൽ, അല്ലെങ്കിൽ ബിസിനസ്സിൽ നമ്മൾ കൊണ്ടുവന്നാൽ ബിസിനസിന്റെ ഏതെല്ലാം മേഖലകളിൽ നമുക്ക് ഇത് ഹെൽപ്ഫുൾ ആണ് എന്നതാണ് സ്കോപ്പ് ഓഫ് ERP കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ നോക്കാം. ഒന്നാമത്തെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അല്ലെ? ബിസിനസിന്റെ ഫിനാൻസ് മാനേജ് ചെയ്യാൻ വേണ്ടി ERP സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ERP സോഫ്റ്റ്വെയറിന്റെ ഒരു സ്കോപ്പ് ആണ്. എന്തിനു ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ ഉപയോഗിക്കാം? ഒന്ന് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പൊ അതിൽ എന്തൊക്കെയല്ലേ വരിക? ഒന്ന് മാനേജേഴ്സ് അക്കൗണ്ടിങ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. ബിസിനസിന്റെ അക്കൗണ്ടിങ്ങിന് ഉപയോഗിക്കാം, അക്കൗണ്ടിങ്ങിന് സഹായിക്കും. അപ്പൊ ഈ ഒരു ERP സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യാം. അതുപോലെ ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ?
വരാനിരിക്കുന്ന ഒരു വർഷം എന്തെല്ലാം ചെലവുകളുണ്ട്, വരാനിരിക്കുന്ന വർഷം എന്തെല്ലാം ഇൻകം ഉണ്ട് എന്ന് നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനെയാണ് ബജറ്റിംഗ് എന്ന് പറയാം. അങ്ങനെയാണല്ലോ ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നൊക്കെ പറയാം. അടുത്ത വർഷം വരാനിരിക്കുന്ന ഇൻകവും ചെലവും നേരത്തെ പറയുന്നതാണ്, നേരത്തെ പ്ലാൻ ചെയ്യാണ്. അതിന് എന്ത് സഹായിക്കും? ERP സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം. ഓക്കെ, ഇതൊക്കെ എന്തിന്റെ താഴെ വരുന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് ERP സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അകത്ത് എന്തെല്ലാം വരും? ഒന്ന് അക്കൗണ്ടിങ് വർക്കുകൾ വരും, ബജറ്റിംഗ് വരും, അതുപോലെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുക, ഫിനാൻസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉണ്ടാക്കാനും വേണ്ടി ERP സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാം. ഇനി ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ താഴെ തന്നെ വരുന്നതാണ് ERP സിസ്റ്റം എന്തിനൊക്കെ ഉപയോഗിക്കാം? പ്രൊവൈഡ്സ് റിയൽ ടൈം ഫിനാൻഷ്യൽ ഡാറ്റ ഫോർ ബെറ്റർ ഡിസിഷൻസ്. അതായത് ഏറ്റവും നല്ല തീരുമാനങ്ങൾ വേഗത്തിൽ എടുക്കുന്നതിന് വേണ്ടി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റും. ERP സിസ്റ്റം അതിന് ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ് ഈസ് റിയൽ ടൈം ഫിനാൻഷ്യൽ ഡാറ്റ ടു ടേക്ക് ബെറ്റർ ഡിസിഷൻസ്. മൂന്നാമത്തത് എൻഷുർ കംപ്ലയൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ലൈക്ക് ഗ്യാപ് ആൻഡ് IFRS. അതായത് നമ്മൾ അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യണമല്ലോ. അക്കൗണ്ടിങ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ പഠിച്ച ആളുകളാണ്, നമ്മൾ BCom ആണല്ലോ. ഈ അക്കൗണ്ടിങ്ങിൽ നമുക്ക് തോന്നിയതുപോലെ ട്രാൻസാക്ഷൻസ് എഴുതി വെക്കാൻ പറ്റില്ല. അതിന് ചില റൂൾസുകളും ചില സ്റ്റാൻഡേർഡുകളും ഉണ്ട്. ലോകത്ത് എല്ലാവരും അംഗീകരിക്കപ്പെട്ട ചില അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ ഉണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. എന്താ ഗ്യാപ്പിന്റെ ഫുൾ ഫോം? ഗ്യാപ്പ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. നമ്മൾ പഠിച്ചതാണ് ഡിഫറെന്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇതാണ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരുവിധം എല്ലാവരും അംഗീകരിക്കപ്പെട്ട ചില അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുകൾ ഉണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, കോസ്റ്റ് കൺസെപ്റ്റ്, അല്ലേ? നിങ്ങൾ കുറെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എനിക്ക് തോന്നുന്നത് +1 എങ്ങാനും പഠിക്കുന്ന, ഹയർ സെക്കൻഡറി പഠിക്കുന്ന ആളുകൾ +1 അക്കൗണ്ടൻസിയിലെ 2ാമത്തെ ചാപ്റ്റർ ആണ് അവിടെ പഠിക്കുന്നതാണ്. അപ്പോൾ പിന്നെ IFRS എന്ന് പറഞ്ഞാലോ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ ലോകത്ത് എല്ലാവരും അംഗീകരിക്കപ്പെട്ട ചില സ്റ്റാൻഡേർഡുകൾ ഉണ്ട്, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് അക്കൗണ്ടിങ് എഴുതി വെക്കുന്നത്. അതൊക്കെ അനുസരിച്ച് നമുക്ക് അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യാൻ ആര് സഹായിക്കും? ERP സിസ്റ്റം സഹായിക്കും. ഓക്കെ, ദെൻ ഓട്ടോമേറ്റ് ടാസ്ക് ലൈക്ക് പേറോൾ ആൻഡ് ടാക്സ് കാൽക്കുലേഷൻസ്. ബിസിനസ് ഓരോ വർഷവും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം, ടാക്സ് അടക്കണം, അല്ലേ? അപ്പൊ കൃത്യമായി എത്രയാണ് ടാക്സ് കൊടുക്കേണ്ടത്. അതുപോലെ പേറോൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കമ്പനി ഒരുപാട് വർക്കേഴ്സ്, ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇവർക്കൊക്കെ ഓരോ മാസവും സാലറി കൊടുക്കണം. അപ്പൊ കൃത്യമായി ഇവരുടെ അറ്റൻഡൻസ് എത്രയാണ്, ഇവരുടെ ലീവ് എത്രയാണ്, ഇവരുടെ ബോണസ് എത്രയാണ്, ഇവർക്ക് കമ്മീഷൻ വല്ലതുണ്ടോ, ഇവർക്ക് എന്തെങ്കിലും ഇൻക്രിമെന്റുകൾ ഉണ്ടോ, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ മാസവും അവർക്ക് എത്ര പേ ചെയ്യണം, അവർക്ക് എത്ര സാലറി കൊടുക്കണം എന്ന കാര്യങ്ങൾ പിന്നെ മാനേജ് ചെയ്യുന്നതാണ് പേറോൾ. അപ്പൊ ഈ പേറോൾ അക്കൗണ്ടിങ്ങും അതുപോലെ ടാക്സ് കാൽക്കുലേഷനും, നികുതി എത്ര അടക്കണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും എന്ത് സഹായിക്കും? ERP സഹായിക്കും. സോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ERPയുടെ 1ാമത്തെ സ്കോപ്പാണ്. ഓക്കെ, ബിസിനസിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ കാര്യം നമുക്ക് ERP ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ സ്കോപ്പാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്താ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ? ബിസിനസ്സിലെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ആളുകൾക്ക് പറയുന്ന പേരാണ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ അവരെ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. HR ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ നമ്മൾ ചുരുക്ക പേരിൽ വിളിക്കും. അപ്പൊ HR ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി എന്താണ്? ബിസിനസ്സിൽ എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ ആ വേക്കൻസിയിലേക്ക് ഇന്റർവ്യൂ ഒക്കെ നടത്തി, റിക്രൂട്ട് ചെയ്ത് ഇന്റർവ്യൂ ഒക്കെ നടത്തി ആളുകളെ സെലക്ട് ചെയ്യുക, അവർക്ക് കൃത്യമായ ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അവരുടെ സാലറി ഡീറ്റെയിൽസ്, അവരുടെ അറ്റൻഡൻസ് ഒക്കെ കൃത്യമായി മോണിറ്റർ ചെയ്ത് എഴുതി വെക്കുക, ഓരോ മാസവും അവർ പണിയെടുക്കുന്ന സാലറി കാൽക്കുലേറ്റ് ചെയ്ത് സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുക, അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ ഉയർത്തുക, അവർക്ക് എക്സ്പീരിയൻസ് കൂടുന്ന സമയത്ത് അവർക്ക് പ്രൊമോഷൻ കൊടുക്കുക, ഇങ്ങനത്തെ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നതാണ് HR ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഈ HR ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ചെയ്യുന്ന വർക്കൊക്കെ നമുക്ക് എന്ത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും? ERP സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് വരിക? ഒന്ന്, ഹാൻഡിൽസ് എവറിത്തിങ് ഫ്രം ഹയറിംഗ് ടു റിട്ടയർമെന്റ്. ഒരു എംപ്ലോയിയെ ഒരു ഇന്റർവ്യൂ നടത്തി ബിസിനസ്സിലേക്ക് എടുക്കുന്നത് മുതൽ അയാൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്ത് അവസാനം റിട്ടയർ ആവുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ERP ഉപയോഗിച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഹാൻഡിൽ എവറിത്തിങ് ഫ്രം ഹയറിംഗ് ടു റിട്ടയർമെന്റ്. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തത് ഓട്ടോമേറ്റ്സ് റിക്രൂട്ട്മെന്റ്, പെർഫോമൻസ് ട്രാക്കിംഗ് ആൻഡ് ട്രെയിനിങ്. അല്ലെ, റിക്രൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കമ്പനിയിൽ ഒഴിവുണ്ടെങ്കിൽ ആളുകളെ അവരെ ഈ കമ്പനിയിലെ ഈ പോസ്റ്റിലേക്ക് അവരെ കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കുക, അതുപോലെ അവരെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ നിരന്തരം അവർ ചെയ്യുന്ന വർക്കുകൾ മോണിറ്റർ ചെയ്ത് അവരെ ട്രാക്ക് ചെയ്യുക, അവർ കൃത്യമായി പണിയെടുക്കുന്നുണ്ടോ, അവരുടെ പെർഫോമൻസ് എത്രയുണ്ടെന്ന് ട്രാക്ക് ചെയ്യുക, അതിനാണ് പെർഫോമൻസ് ട്രാക്കിംഗ് എന്ന് പറയുക. ദെൻ ട്രെയിനിങ്, അവർക്ക് എവിടെയെങ്കിലും വീക്ക് ഉണ്ടെങ്കിൽ അതിന് അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുത്ത് അവരെ വീണ്ടും ബൂസ്റ്റപ്പ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ERP സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും.
ദെൻ മാനേജസ് പേറോൾ ആൻഡ് ലീവ്. നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, ഒരു എംപ്ലോയിയുടെ പേറോൾ, അയാൾക്ക് സാലറി എത്ര കൊടുക്കണം, അയാളുടെ അറ്റൻഡൻസ്, അയാളുടെ ലീവ്, ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും ERP സിസ്റ്റം ഉപയോഗിച്ച്. ദെൻ എൻഷ്യൂർ ലീഗൽ കംപ്ലയൻസസ് ആൻഡ് ബൂസ്റ്റ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. അല്ലെ, വർക്കേഴ്സുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് കുറെ തൊഴിലാളി നിയമങ്ങളുണ്ട്. അവർക്ക് എത്ര മണിക്കൂർ വരെ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാം, അവർക്ക് എത്ര വേതനം കൊടുക്കണം, എത്ര സാലറി കൊടുക്കണം, അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഇതനുസരിച്ചിട്ട് നമുക്ക് എംപ്ലോയീസിന്റെ സാലറി ഡീറ്റെയിൽസ്, അവരെ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും ERP സിസ്റ്റം സഹായിക്കും. ഓക്കെ, അപ്പൊ രണ്ടാമത് ERP സിസ്റ്റത്തിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഇനി മൂന്നാമത്തെ ERP സിസ്റ്റത്തിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഇലക്ട്രോണിക് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്തായിരുന്നു? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം റോ മെറ്റീരിയൽ വേണം. ആ റോ മെറ്റീരിയൽ സപ്ലൈയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് മുതൽ അതൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തുന്നത് വരെയുള്ള ആക്ടിവിറ്റീസ് ആണ് എന്ത്, അതിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ സപ്ലൈ ചെയിൻ മാനേജ്മെന്റുമായി വരുന്ന എല്ലാ ആക്ടിവിറ്റീസുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ERP സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ERP സിസ്റ്റത്തിന്റെ മൂന്നാമത്തെ സ്കോപ്പാണ് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അതിൽ എന്തൊക്കെയാ വരിക? ഒന്ന് സ്ട്രീം ലൈൻസ് പ്രൊക്യൂർമെന്റ്. പ്രൊക്യൂർമെന്റ് പറഞ്ഞാൽ എന്തായിരുന്നു? സപ്ലൈയുടെ കയ്യിൽ നിന്ന് റോ മെറ്റീരിയൽസ് വാങ്ങുക. ദെൻ ഇൻവെന്ററി, അത് വാങ്ങിയിട്ട് നമ്മൾ വെയർ ഹൗസിൽ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്ത് വെക്കണം, നമ്മുടെ സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ലോജിസ്റ്റിക്സ്, അല്ലെ, അത് ഉപയോഗിച്ചിട്ട് പിന്നെ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കസ്റ്റമറിലേക്ക് എത്തിക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ ട്രാക്സ് ഇൻവെന്ററി ഇൻ റിയൽ ടൈം ടു അവോയ്ഡ് സ്റ്റോക്ക് ഇഷ്യൂസ്. അതായത് നമ്മുടെ കയ്യിൽ എപ്പോഴും എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന് കൃത്യം എല്ലാ സമയത്തും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ സമയത്ത് ഈ സെക്കൻഡിൽ നമ്മുടെ വെയർ ഹൗസിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ERP സിസ്റ്റം പറഞ്ഞു തരും. അടുത്തൊരു മണിക്കൂർ കഴിഞ്ഞാൽ അപ്പോൾ എത്ര ഉണ്ട് കൃത്യമായി നമ്മൾ നോക്കുന്ന സമയത്ത് ലൈവായിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്ന് കൃത്യമായി നമുക്ക് ലൈവായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ ERP സിസ്റ്റത്തിന് പറ്റും. സോ അപ്പൊ അവിടെയുള്ള ഗുണം എന്താ? ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട ഔട്ട് ഓഫ് സ്റ്റോക്ക് വരുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം കൃത്യമായിട്ട് ഒരു അപ്പോൾ കിട്ടും, ഇനി ആകെ 10 കിലോഗ്രാം കൂടിയ പ്രൊഡക്റ്റ് ബാക്കിയുള്ളൂ എന്നുള്ള വിവരം കിട്ടിയാൽ നമുക്ക് അടുത്തതിന് ഓർഡർ കൊടുക്കാം. അപ്പൊ കൃത്യമായി ലൈവായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഓട്ടോമേറ്റ്സ് പർച്ചേസിംഗ് ആൻഡ് സപ്ലയർ മാനേജ്മെന്റ്. നമ്മളുടെ ഈ വെയർ ഹൗസിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇങ്ങനെ, നമ്മുടെ റോ മെറ്റീരിയൽസ് ഇങ്ങനെ തീർന്നു ഒരു സമയമാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് സപ്ലയർക്ക് നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റും. അതിനുള്ള സിസ്റ്റം എവിടെ ഉണ്ട്? ERP സിസ്റ്റത്തിലുണ്ട്. അതിനുള്ള വഴികൾ ERP സിസ്റ്റത്തിലുണ്ട്. അപ്പൊ ERP സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് എന്തു പോകും? നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഓർഡർ പോകും നമ്മുടെ സപ്ലയറുടെ കയ്യിലേക്ക്. ഞങ്ങളുടെ സ്റ്റോക്ക് തീരാറായിട്ടുണ്ട്, അടുത്ത സ്റ്റോക്ക് വാങ്ങാനുള്ള സമയമായിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇത്ര കിലോഗ്രാം സാധനങ്ങൾ ഇങ്ങോട്ട് അയക്കണം എന്ന് നമ്മളറിയാതെ നമ്മുടെ സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് പർച്ചേസ് ഓർഡർ കൊടുക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സ്റ്റോക്ക് തീരുന്നത് ആര് മനസ്സിലാക്കും? ERP സിസ്റ്റം മനസ്സിലാക്കും. അതിനുള്ള ഓട്ടോമാറ്റിക് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ദെൻ എൻഷ്യൂർ ക്വാളിറ്റി ത്രൂ ഓട്ടോമേറ്റഡ് ചെക്സ്. യൂസ് ഡാറ്റ ടു പ്രഡിക്റ്റ് ഡിമാൻഡ് ആൻഡ് പ്ലാൻ അഹെഡ്. അതായത് ഭാവിയിൽ അടുത്ത മാസം എത്ര സെയിൽസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, നമ്മുടെ പ്രൊഡക്റ്റിന് എത്ര ഡിമാൻഡ് ഉണ്ടാവും എന്ന് ഫോർകാസ്റ്റ് ചെയ്യാൻ കൂടി എന്ത് സഹായിക്കും? ERP സഹായിക്കും. അതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഈ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ താഴെ വരുന്ന ആക്ടിവിറ്റീസുകൾ ഇതിനും എന്ത് സഹായിക്കും? ERP സിസ്റ്റം സഹായിക്കും. സോ ERP സിസ്റ്റത്തിന്റെ മൂന്നാമത്തെ സ്കോപ്പ് ആയിട്ട് നമുക്കത് പറയാം. ഇനി ERP സിസ്റ്റത്തിന്റെ നാലാമത്തെ സ്കോപ്പ് D ആണെന്ത്? മാനുഫാക്ചറിങ് ആൻഡ് പ്രൊഡക്ഷൻ. അല്ലെ, ഒരു പ്രൊഡക്റ്റ് റോ മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ വെയർ ഹൗസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഗോഡൌണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫാക്ടറിയിൽ നിന്ന് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കും. മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് പലതരം പ്രോസസ്സുകളിലൂടെ കടന്നുപോയി നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കും. ആ നിർമ്മിക്കുന്നതിന് പറയുന്ന പേരാണ് ഫാക്ടറിയിൽ. ആ പ്രോസസ്സുകളിലൂടെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് പറയുന്ന പേരാണ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും എന്ത് സഹായിക്കും? നമുക്ക് ERP സിസ്റ്റം ഉപയോഗിക്കാം. അപ്പോൾ എന്തിനൊക്കെ ഉപയോഗിക്കാം? ഒന്ന് ഹെൽപ്സ് വിത്ത് പ്ലാനിങ്, ഷെഡ്യൂളിംഗ് ആൻഡ് റിസോഴ്സ് യൂസ്. അല്ലെ, നമുക്ക് എപ്പോ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നതിനെ പ്ലാൻ ചെയ്യാൻ, അതുപോലെ ഷെഡ്യൂൾ ചെയ്യാൻ, അല്ലെ, ഏതൊക്കെ സമയങ്ങളിലാണ് മെഷീനറി വർക്ക് ചെയ്യേണ്ടത് എന്ന് ഷെഡ്യൂൾ ചെയ്യാൻ, അതുപോലെ ഏതൊക്കെ റിസോഴ്സുകളാണ് ഉപയോഗിക്കേണ്ടത്, എത്ര റിസോഴ്സ് ഉപയോഗിക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഒന്ന്. രണ്ട്, ട്രാക്സ് മെറ്റീരിയൽസ് ആൻഡ് പ്രൊഡക്ഷൻ സ്റ്റെപ്പ്. അല്ലെ,
ഏതൊക്കെ മെറ്റീരിയൽസ്, ഏതൊക്കെ പ്രൊഡക്ഷന്റെ ഏതൊക്കെ സ്റ്റെപ്പിലാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്, ഓക്കെ, പ്രൊഡക്ഷന്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ എൻഷുർ ക്വാളിറ്റി ത്രൂ ഓട്ടോമേറ്റഡ് ചെക്ക്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഉറപ്പാക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ ഇതിന്റെ ക്വാളിറ്റി ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും ഇതിന്റെ ക്വാളിറ്റി ഇങ്ങനെ ചെക്ക് ചെയ്യും. നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റിയിൽ തന്നെയാണ് പ്രൊഡക്റ്റ് വന്നത്, അടുത്ത സ്റ്റേജ് എത്തുമ്പോൾ അടുത്ത ക്വാളിറ്റി ചെക്ക് നടത്തും. അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും. ദെൻ ഷെഡ്യൂൾ എക്യുപ്മെന്റ് മെയിൻ്റനൻസ് ടു റെഡ്യൂസ് ഡൗൺ ടൈം. ഷെഡ്യൂൾ എക്യുപ്മെന്റ് മെയിൻ്റനൻസ് ടു റെഡ്യൂസ് ഡൗൺ ടൈം എന്ന് പറഞ്ഞാൽ ഈ മെഷീനറികളാണല്ലോ വർക്ക് ചെയ്യുക പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ. ഈ മെഷീനറികൾക്കൊക്കെ ഓരോ സമയത്ത് കൃത്യമായ റിപ്പയറുകൾ, മെയിൻ്റനൻസ് കൊടുക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ പുതിയൊരു കാർ വാങ്ങിയാൽ ഇത്ര കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ സർവീസിന് കയറ്റണം അല്ലെ. അതെന്താ, റെഗുലർ ഇന്റർവെല്ലിൽ ആ മെഷീനറി ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. അതിന് സർവീസുകൾ കൊടുക്കണം, അതിന് ഓയിൽ ചേഞ്ച് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ERP സിസ്റ്റം ഉപയോഗിച്ചാൽ എത്ര സമയം കഴിയുമ്പോഴാണ് നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് സർവീസ് ചെയ്യേണ്ടത് നമ്മൾ മെഷീനറി എന്ന കാര്യങ്ങൾ കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ മറന്നാലും ERP സിസ്റ്റം നമുക്ക് ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കും, ഇപ്പൊ ഇത്ര കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്തു, അടുത്ത സർവീസ് ചെയ്യാനായി എന്നുള്ള വിവരങ്ങൾ നമുക്ക് നൽകും. സോ ഈ കാര്യങ്ങളും എന്തുകൊണ്ട് ഉപയോഗിക്കാം, ERP സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. സോ ദാറ്റ് ഈസ് fourth scope, manufacturing and production. Then fifth scope, customer relationship management. We can say CRM. So CRM stands for customer relationship management. So it includes manages customers' data and interactions. We can manage different data related to customers, their behavior, their taste and preference. അപ്പോൾ കസ്റ്റമേഴ്സുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് ആയിട്ടുള്ള ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കുക, അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, ഇതിനൊക്കെ സഹായിക്കും. ഓക്കെ, ERP സഹായിക്കും. രണ്ട്, ട്രാക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്. നമ്മളിത് വിൽക്കാനും ആവശ്യമാണ്, നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി ഡിഫറെന്റ് ക്യാമ്പയിനുകളിലെ നമ്മൾ ഡിഫറെന്റ് പരസ്യങ്ങൾ, ഡിഫറെന്റ് പ്രൊമോഷൻസ് ഒക്കെ നമ്മൾ സംഘടിപ്പിക്കും. ഇതിനെ കൃത്യമായി നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓരോ പ്രൊമോഷൻ നടത്തിയ സമയത്തും എത്ര സെയിൽസ് നമുക്ക് വന്നത്, അത് കണ്ടിട്ട് എത്ര ആളുകളാണ് വാങ്ങിയത്, ഇങ്ങനെയുള്ള പിന്നെ ക്യാമ്പയിൻസ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സുകൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ദെൻ തേർഡ്, ഇംപ്രൂവ്സ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സർവീസ് ക്വാളിറ്റി. നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് കസ്റ്റമേഴ്സിന് കൊടുക്കാനും കസ്റ്റമേഴ്സിന് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാനും ERP സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമുക്ക് കഴിയും. ദെൻ ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ ബിഹേവിയർ ആൻഡ് പ്രിഫറൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കസ്റ്റമേഴ്സിന്റെയും ബിഹേവിയർ എന്താണ്, അവരുടെ പ്രിഫറൻസ് എന്താണ്, അവർ എന്ത് തരം പ്രൊഡക്റ്റ് ആണ് അവർക്ക് ആവശ്യമുള്ളത്, അവരുടെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, അവരുടെ ടേസ്റ്റ് എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. ദാറ്റ് ഈസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അതിനും ERP സിസ്റ്റംസ് നമ്മളെ സഹായിക്കും. ദെൻ അടുത്തത് പ്രൊജക്ട് മാനേജ്മെന്റിനെ സഹായിക്കും. പ്രൊജക്ട് മാനേജ്മെന്റിനും ERP സിസ്റ്റം സഹായിക്കും. അപ്പൊ എന്താ പ്രൊജക്ട് മാനേജ്മെന്റിൽ? ഒന്ന്, ഹെൽപ്പ് പ്ലാൻ, മോണിറ്റർ ആൻഡ് കംപ്ലീറ്റ് പ്രൊജക്ട്സ് ഓൺ ടൈം ആൻഡ് ബഡ്ജറ്റ്. ഓരോ പ്രൊജക്റ്റുകളും, ഓരോ വർക്കുകളും, നമുക്കാണെങ്കിൽ വർക്ക് എന്ന് പറയാം, ഓരോ വർക്കുകളും കൃത്യസമയത്ത് തീർക്കാനും അതിന് ഷെഡ്യൂൾ ചെയ്യാൻ, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ കൃത്യമായ ഷെഡ്യൂളുകളിലായിട്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാനേജ് ചെയ്യാൻ നമ്മൾ ആര് സഹായിക്കും? ERP സിസ്റ്റം സഹായിക്കും. ദെൻ ട്രാക്ക് ടാസ്ക്സ്, റിസ്ക്സ് ആൻഡ് പ്രോഗ്രസ് ത്രൂ ഡാഷ്ബോർഡ്സ്. അല്ലെ, നമ്മളൊരു ടാസ്ക്, ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ റിസ്ക് എത്രത്തോളം ഉണ്ട്, അവിടെ എന്തെല്ലാം ടാസ്കുകളാണ് വരിക, അതിനിപ്പോ എങ്ങനെയൊക്കെയാണ് പ്രോഗ്രസ്, ഒരാഴ്ച കഴിഞ്ഞാൽ അത് ആ ജോലി എവിടെ എത്തും, അടുത്തൊരാഴ്ച കഴിഞ്ഞാൽ എവിടെ എത്തും, അങ്ങനെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ, അതിന്റെ പ്രോഗ്രസ് വിലയിരുത്താനും നമ്മളെ സഹായിക്കും. ദെൻ ഇംപ്രൂവ് കോർഡിനേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഒരു വർക്ക് നടക്കുകയാണെങ്കിൽ, ഒരു ടാസ്ക് നടക്കുകയാണെങ്കിൽ അതിന്റെ ഡിഫറെന്റ് വർക്കുകൾ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യാനും ഏറ്റവും നല്ല പ്രൊഡക്റ്റീവായിട്ട് ഏറ്റവും ചെലവ് കുറച്ച് ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഇംപ്രൂവ്സ് കോർഡിനേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. സോ പ്രൊജക്ട് മാനേജ്മെന്റിന് എന്ത് സഹായിക്കും? ERP സഹായിക്കും. ദെൻ ERP സിസ്റ്റത്തിന്റെ അവസാനത്തെ സ്കോപ്പാണ് ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ്. എന്താ ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ കളക്ട് ആൻഡ് അനലൈസ് ഡാറ്റ ഫോർ സ്മാർട്ട് ഡിസിഷൻ മേക്കിംഗ്. ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റകളും സ്റ്റോർ ചെയ്ത് കളക്ട് ചെയ്യുക, അങ്ങനെ വിളിക്കുന്ന പേരാണ് അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റകളും കളക്ട് ചെയ്ത് അത് അനലൈസ് ചെയ്ത് ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ആര് സഹായിക്കും? ERP സിസ്റ്റം, ആ സോഫ്റ്റ്വെയർ സഹായിക്കും. രണ്ട്, ഷോ പെർഫോമൻസ് ട്രെൻഡ് ത്രൂ ഡാഷ്ബോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്. ഡിഫറെന്റ് റിപ്പോർട്ടുകളുടെയും ഡാഷ്ബോർഡുകളുടെയും സഹായത്തോടു കൂടി നമ്മുടെ പെർഫോമൻസ് ട്രെൻഡ്
അടുത്ത ഒരു മാസം നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊരു ട്രെൻഡ്, പെർഫോമൻസിന്റെ ട്രെൻഡ് നമുക്ക് കാണിച്ചു തരാൻ ERP സിസ്റ്റത്തിന് സഹായിക്കും. ദെൻ യൂസേഴ്സ്, ഇപ്പോൾ ട്രെൻഡോട് ഉദ്ദേശിച്ചത് ഇപ്പൊ കഴിഞ്ഞ മാസം നമ്മുടെ ബിസിനസിന്റെ ഒരു ലാഭം എങ്ങനെയാണ് വരുന്നതെങ്കിൽ അടുത്ത ഒരു മാസം അത് ഇങ്ങോട്ടായിരിക്കും പോവുക, അല്ലെങ്കിൽ ഇങ്ങോട്ടാണോ പോവുക, ഇതാണ് ട്രെൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുകളിലോട്ടാണോ താഴോട്ടായിരിക്കോ വരിക, അല്ലെങ്കിൽ ഇതേപോലെ തന്നെയാണോ പോവുക എന്നൊക്കെയുള്ള ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ERP സിസ്റ്റം സഹായിക്കും. ദെൻ ഭാവിയെ പ്രവചിക്കാൻ നമ്മൾ പറഞ്ഞു പാസ്റ്റ് ഡാറ്റ ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ. ഭാവിയിൽ ഈ ഒരു ഗ്രാഫ് മുകളിലോട്ടോ താഴോട്ടോ പോവുക എന്ന് നമുക്ക് പ്രവചിക്കാൻ നമുക്ക് പറ്റും. ദെൻ സപ്പോർട്ട്സ് ബിഗ് ഡാറ്റ ടൂൾസ് ആൻഡ് കസ്റ്റമൈസ്ഡ് റിപ്പോർട്ടിംഗ്. അതായത് വലിയ വലിയ കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ, ഹാബിറ്റ്, ഇങ്ങനെയുള്ള ഡാറ്റകളൊക്കെ എടുത്ത് ഏറ്റവും നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്ത് നല്ല ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന വേറെയും കുറെ ടൂൾസുകളുണ്ട്. ആ ടൂൾസിലേക്കൊക്കെയുള്ള വിവരങ്ങൾ ആര് തരും? ERP സിസ്റ്റം വരും. സോ ERP സിസ്റ്റം ഈ ബിസിനസിന്റെ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ മേഖലയിലെയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാം. അതുകൊണ്ട് ഇതിനൊക്കെ നമുക്ക് ഈ ERPയുടെ സ്കോപ്പായിട്ട് വരാം. ERPയുടെ സാധ്യത എത്രത്തോളം വിശാലമാണെന്ന് അർത്ഥം. ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ERP സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ERP സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്, അതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, അതിന്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണ്? ERP സിസ്റ്റം ഉപയോഗിച്ചാൽ ഒന്ന് ഇംപ്രൂവ് എഫിഷ്യൻസി, ബിസിനസിന്റെ എഫിഷ്യൻസി കൂടും. എങ്ങനെ എഫിഷ്യൻസി കൂടുക? നമ്മുടെ കോസ്റ്റ് കുറയും, ചെലവ് കുറയുകയും ഏറ്റവും നല്ല കാര്യക്ഷമതയോടെ ബിസിനസ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഈ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കി. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനുഷ്യൻ ചെയ്യാൻ നിന്നാൽ ഇത്ര റിസ്ക് ആണ്. ഇതൊക്കെ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റും. സോ ഏറ്റവും ചെലവ് കുറച്ച് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് എഫിഷ്യൻസി. ഓക്കെ, ദെൻ ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻസ്. അല്ലെ, നേരത്തെ പറഞ്ഞു എല്ലാ ഡാറ്റയും ഒരൊറ്റ ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ വിവരങ്ങളും ഒരു സ്ഥലത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ വിവരങ്ങൾ എല്ലാവർക്കും ഒരേ സമയം കിട്ടുകയും ചെയ്യും. That is called integrated informations. All data is stored in one place. ഒരു പ്ലേസിലാണ് എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്യുന്നത്. സോ ഇംപ്രൂവിങ് ആക്യുറസി ആൻഡ് മേക്കിംഗ് ഇറ്റ് ഈസിയർ ഫോർ ഡിപ്പാർട്ട്മെന്റ്സ് ടു വർക്ക് ടുഗദർ. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് കിട്ടും. കാരണം അവിടെ എല്ലാവരുടെയും ഡാറ്റ ഒരു ഒറ്റ സ്ഥലത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ആ ഡാറ്റ എല്ലാവർക്കും കിട്ടും ചെയ്യും. ദെൻ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു സോഫ്റ്റ്വെയർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എല്ലാ വിവരങ്ങളും ഒരുമിച്ച് കിട്ടുന്നത് കൊണ്ട് ഏറ്റവും നല്ല തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. സോ വി ക്യാൻ ടേക്ക് ബെറ്റർ ഡിസിഷൻസ്. ഓക്കെ, ദെൻ കോസ്റ്റ് സേവിങ്. ഞാൻ നേരത്തെ പറഞ്ഞു ചെലവ് വളരെ കുറക്കാൻ പറ്റും. ബിസിനസിന്റെ ചെലവ് കുറക്കാൻ പറ്റും. കാരണം കുറെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ERP സിസ്റ്റം നടത്തും. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സ്റ്റോക്ക് ഇങ്ങനെ കുറയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ERP സിസ്റ്റം തന്നെ അടുത്ത സ്റ്റോക്കിനുള്ള ഓർഡർ കൊടുക്കും. സോ നമുക്ക് ഒരാളവിടെ പണിക്ക് നിർത്തേണ്ട ആവശ്യമില്ല. സോ അത്രയും ചെലവ് കുറവ്. അപ്പോൾ ഓട്ടോമേഷൻ ഉള്ളത് കൊണ്ടും അതുപോലെ ഇംപ്രൂവ്ഡ് റിസോഴ്സസ് പ്ലാനിങ്, നല്ല പ്ലാനിങ് ഉള്ളത് കൊണ്ടും ERP സിസ്റ്റത്തിന് ബിസിനസ്സിൽ വരുന്ന ചെലവുകളെ നന്നായി കുറക്കാൻ പറ്റും. ദാറ്റ് ഈസ് കോസ്റ്റ് സേവിങ്. ദെൻ അടുത്തത് ബിസിനസ് പ്രോസസ് ഇന്റഗ്രേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ബിസിനസ്സിൽ കുറെ പ്രോസസ്സുകൾ ഉണ്ട്. ഓർഡറുകൾ സ്വീകരിക്കണം, ആളുകളുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് സ്വീകരിക്കണം, പിന്നെ നമ്മുടെ സ്റ്റോക്ക് വെച്ചിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി അവരുടെ ഓർഡറുകൾ ഫുൾഫിൽ ചെയ്യണം. ഇപ്പൊ ഈ പറയുന്ന പ്രോസസ്സുകളെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യാൻ, ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ERP സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഫിഫ്ത്ത് അഡ്വാൻറ്റേജസ് ഓഫ് ERP. ഇതൊക്കെയാണ് ERPയുടെ മെച്ചങ്ങൾ, അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. Then ERP as a e-business tool. ഇനി ERP എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടുന്ന വന്നത്? ഒരു ബിസിനസ് ടൂളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ബിസിനസ്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകൾക്കാണ് ബിസിനസ് ടൂൾസ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അങ്ങനെയുള്ള ഒരു ടൂളാണ് ERP. അപ്പൊ ERPയെ ഒരു ബിസിനസ് ടൂളായിട്ട് എങ്ങനെ ഉപയോഗിക്കാം? അപ്പൊ ഡിഫറെന്റ് ആയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, ഒന്ന് ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ട് നമുക്ക് ERP സിസ്റ്റത്തെ പറയാം. കാരണം എന്താ, ഈ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റികളെയും നമുക്ക് ഒരു കുടക്കീയിൽ ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിന്റെ സഹായത്തോടു കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? ERP സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ബിസിനസ്സിൽ എന്താണ് ERPയുടെ റോള്? ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ബിസിനസ്സിൽ എന്താണ് ERPയുടെ റോള്? പ്രധാനപ്പെട്ടത് ഒന്ന് പ്രോസസ് ഇന്റഗ്രേഷൻ. നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് പ്രോസസ്സുകൾ ഉണ്ട് ബിസിനസ്സിലെ. ഓർഡർ സ്വീകരിക്കണം, പേയ്മെന്റ് കൊടുക്കണം, ഇൻവെന്ററി ഉണ്ട്. ഇതൊക്കെ ഒരൊറ്റ സിസ്റ്റത്തിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് പ്രോസസ് ഇന്റഗ്രേഷൻ. അടുത്തത് CRM എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. കൃത്യമായി ഓരോ കസ്റ്റമേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവർക്ക് കൊടുക്കുന്ന സർവീസിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും സഹായിക്കും അല്ലെ?
ദെൻ തേർഡ് വൺ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് SCM, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്താണ്? സപ്ലൈയുടെ കയ്യിലുള്ള റോ മെറ്റീരിയൽസ് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കിയതിനു ശേഷം കസ്റ്റമറിലേക്ക് എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ്. സോ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആണ്, ഗുഡ്സിന്റെ ഒരു ചലനാണ് അവിടെ വരിക. ദാറ്റ് ഈസ് കോൾഡ് എൻഷ്യൂർ സ്മൂത്ത് സപ്ലൈ ചെയിൻ ഓപ്പറേഷൻസ് ആൻഡ് ടൈംലി ഡെലിവറി. കസ്റ്റമേഴ്സിനോട് നമ്മൾ പറഞ്ഞ ഡെലിവറി ചെയ്യുമെന്ന് പറയുന്ന ഡേറ്റിൽ തന്നെ എന്ത് ചെയ്യണം? ഡെലിവറി ചെയ്ത് കൊടുക്കണം. സോ അതിനെ സഹായിക്കുന്ന SCM. ഇതൊക്കെ ഈ ബിസിനസ്സിൽ ERP റോളുകളായിട്ട് വരുന്നത്. ഇതൊക്കെ ERP ചെയ്യും. ഓക്കെ. ദെൻ ഇ-കൊമേഴ്സ് ഇന്റഗ്രേഷൻ. ഇ-കൊമേഴ്സ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ആ വെബ്സൈറ്റിലായിരിക്കും നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അതിന്റെ ചിത്രം. അപ്പോൾ കസ്റ്റമർ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓർഡറുകൾ തരും. സോ ആ ഓർഡറുകൾ, പിന്നെ ആ ഓർഡർ തരുമ്പോൾ ആ കസ്റ്റമർ ആ വെബ്സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് ആ വെബ്സൈറ്റിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം അല്ലെ? പുതിയ പ്രൊഡക്റ്റുകൾ സ്റ്റോക്ക് വന്നാൽ അതിൽ ആഡ് ചെയ്യണം. പ്രൊഡക്റ്റിന്റെ വില ചിലപ്പോൾ മാറും, അപ്പൊ പ്രൈസിൽ വരുന്ന മാറ്റങ്ങൾ അവിടെ കൊടുക്കണം. ചില കളറുകളിലുള്ള പ്രൊഡക്റ്റ് ഒക്കെ സ്റ്റോക്ക് തീർന്നു പോയാൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിൽ കൊടുക്കണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അത് മാനേജ് ചെയ്യാണ്ട് ആ സൈറ്റ് മാനേജ് ചെയ്യണം അല്ലെ? അതിന് സഹായിക്കും. ദാറ്റ് ഈസ് ഇ-കൊമേഴ്സ് ഇന്റഗ്രേഷൻ. സിങ്സ് ഓൺലൈൻ സ്റ്റോർ വിത്ത് പ്രൊഡക്റ്റ്, പ്രൈസ്, സ്റ്റോക്ക് അപ്ഡേറ്റ്സ്. ഇതിനൊക്കെ അപ്ഡേറ്റ്സുകൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ERP ഉപയോഗിച്ചുകൊണ്ട്. ദെൻ അനലിറ്റിക്സ്. അനലിറ്റിക്സ് പറഞ്ഞാൽ കൃത്യമായി ബിസിനസിന്റെ എല്ലാ ഡാറ്റയും കളക്ട് ചെയ്ത് അതിനെ നമുക്ക് റിപ്പോർട്ടുകളാക്കി സൂക്ഷിച്ചു വെക്കാൻ സഹായിക്കും. ഓക്കെ. ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നേരത്തെ പറഞ്ഞു, പേയ്മെന്റ്, ടാക്സ്, അതുപോലെ ലീഗലായിട്ടുള്ള നിയമപരമായി നമ്മൾ അനുസരിക്കേണ്ട കാര്യങ്ങൾ, ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ സ്കെയിലബിലിറ്റി. ബിസിനസ്സിന് പെട്ടെന്ന് വളരാൻ പറ്റും. കാരണം ബിസിനസ്സിന്റെ നമ്മുടെ കയ്യിൽ എത്ര ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിലും ആ ബ്രാഞ്ചിന്റെ എല്ലാ വിവരങ്ങൾ, എവിടൊക്കെ നമുക്ക് ഓഫീസുകളുണ്ടോ, ബ്രാഞ്ച് ഉണ്ടോ, ഷോറൂം ഉണ്ടോ, എവിടൊക്കെ നമുക്ക് ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ടോ, അതൊക്കെ നമുക്ക് ഒരൊറ്റ സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ഉപയോഗിച്ചിട്ട്, ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതാണല്ലോ ERP. ഇപ്പൊ ബിസിനസ് എത്ര വളർന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ദാറ്റ് ഈസ് സ്കെയിലബിലിറ്റി. ബിസിനസ്സിന് എത്രയും വളരാനുള്ള സാധ്യത വീണ്ടും നമ്മൾ ERP സിസ്റ്റം ഉപയോഗിക്കുന്നതോടുകൂടി സാധ്യത കൂടുക ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഇനി ഇൻഡസ്ട്രി സ്പെസിഫിക് ERP യൂസ്. അതായത് ചില ഇൻഡസ്ട്രികൾ എന്ത് ചെയ്യും, ചില ഇൻഡസ്ട്രികളിൽ എന്ന് പറഞ്ഞാൽ ERP എങ്ങനെ ഉപയോഗിക്കുക എന്നതിന് ചില ഡിഫറൻസുകൾ ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഹെൽത്ത് കെയർ പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ട അവിടെ ERP എന്തിനൊക്കെ ഉപയോഗിക്കുക? ഒന്ന് മാനേജ് റെക്കോർഡ്സ്, ബില്ലിംഗ് ആൻഡ് ലീഗൽ കംപ്ലൈൻസസ്. അതായത് ഓരോ പേഷ്യന്റിന്റെയും റെക്കോർഡ്സുകൾ ഉണ്ടാവില്ലേ, അവര് 2 കൊല്ലം മുമ്പ് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ റിപ്പോർട്ട് വരെ നമ്മുടെ ERP സൈറ്റ് സോഫ്റ്റ്വെയറിൽ ഉണ്ടാവും. അപ്പൊ അവർ ഇതിന്റെ മുമ്പ് കാണിച്ച എല്ലാ കൺസൾട്ടേഷന്റെയും, അവർ ഇതുവരെ കുടിച്ച മരുന്നിന്റെയും, അവരെടുത്ത സ്കാനിങ്ങിന്റെയും എക്സ്റേയുടെയും ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അവരടക്കുന്ന ബില്ലുകൾ, പിന്നെ നിയമപരമായിട്ട് ഉള്ള കാര്യങ്ങൾ, ആരോഗ്യ പിന്നെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി റീറ്റെയിൽ സെക്ടർ പറഞ്ഞാൽ എന്താ? കൺസ്യൂമേഴ്സ് അവർക്ക് ആവശ്യമായ ഫൈനൽ കൺസ്യൂമർ ഗുഡ്സുകൾ നമ്മൾ കടയിലൊക്കെ പോയി, റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ പോയി വാങ്ങുമല്ലോ. റീറ്റെയിൽ സെക്ടർ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ പോലെയുള്ള റീറ്റെയിൽ സെക്ടറുകളാണെങ്കിൽ അവിടെ എന്തിനൊക്കെയാണ് ERP സോഫ്റ്റ്വെയർ ഉപയോഗിക്കുക? ഒന്ന് സ്റ്റോക്ക് ട്രാക്ക് ചെയ്യാൻ, എത്ര സ്റ്റോക്ക് ഉണ്ട്. കണക്ട് വിത്ത് POS. എന്താ POS പറഞ്ഞാൽ? പോയിന്റ് ഓഫ് സെയിൽ. നമുക്ക് കാർഡൊക്കെ സ്വൈപ്പ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ ഉണ്ടല്ലോ. നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ പോയാൽ കാർഡാണെങ്കിൽ കാർഡ് ഒരു മെഷീനിലേക്ക് സ്വൈപ്പ് ചെയ്യല്ലേ, ആ കാര്യങ്ങളെ കണക്ട് ചെയ്യാം. ആ കാര്യങ്ങളുമായിട്ടുള്ള കണക്ഷൻ. ആൻഡ് സപ്പോർട്ട്സ് ലോയൽറ്റി പ്രോഗ്രാംസ്. അതായത് കസ്റ്റമറിന്റെ വിശ്വാസ്യത നേടിയെടുക്കാൻ ആവശ്യമായ പ്രോഗ്രാംസുകൾ. ഈ കാര്യങ്ങളൊക്കെയാണ് റീറ്റെയിൽ സെക്ടറിൽ ERP സിസ്റ്റം ചെയ്യാം. ഇനി എഡ്യൂക്കേഷൻ സെക്ടറിൽ, എഡ്യൂക്കേഷൻ ബിസിനസ്സുകളുണ്ടല്ലോ, അതായത് പിന്നെ ഓൺലൈനിൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുക, ഓൺലൈനിൽ പഠിപ്പിക്കുന്ന ബിസിനസ്സുകൾ, അവിടെ ERP സോഫ്റ്റ്വെയർ എന്തൊക്കെ ചെയ്യുക? അവിടെ ചെയ്യുന്നത് ഓർഗനൈസ് സ്റ്റുഡന്റ് ആൻഡ് കോഴ്സ് ഡാറ്റ. സ്റ്റുഡൻസിന്റെ വിവരങ്ങളും കോഴ്സിന്റെ ഡാറ്റകളും അവർ പഠിക്കുന്ന ഡാറ്റകളൊക്കെ ഓർഗനൈസ് ചെയ്യുക, അത് കൃത്യമായി മാനേജ് ചെയ്യുക. അതാണ് അവിടെ ERP സിസ്റ്റം ചെയ്യാം. ഫീസ് വാങ്ങുക, കൃത്യമായി വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. ദെൻ കൺസ്ട്രക്ഷൻ ബിസിനസ്സുകൾ ഉണ്ടാവും അല്ലെ? ബിൽഡിംഗ് ഉണ്ടാക്കുക, പാലുണ്ടാക്കുക, റോഡുകൾ ഉണ്ടാക്കുക. ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ ബിസിനസ്സുകളിൽ ERP സിസ്റ്റം എന്തിനൊക്കെ ഉപയോഗിക്കുക? ഒന്ന് ബജറ്റിംഗ്. അതായത് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കണമെങ്കിൽ എത്ര ചെലവ് വരും, എന്തിനൊക്കെ ആയിരിക്കും ചെലവ് വരിക, എത്ര കമ്പി വേണം, എത്ര സിമെന്റ് വേണം, അപ്പൊ എന്തൊക്കെ ചെലവുകളാണ് വരിക, ഈ ഒരു ബജറ്റ് ഉണ്ടാക്കുക. അതുപോലെ കോൺട്രാക്റ്റുകൾ അല്ലെ, 2 പാർട്ടികൾ തമ്മിൽ കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കുക. എന്തൊക്കെ റിസോഴ്സുകളാണ് നമുക്ക് ആവശ്യം ഉണ്ടാവുക എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കാനാണ് എവിടെ ഉപയോഗിക്കുക? കൺസ്ട്രക്ഷൻ ബിസിനസ്സിൽ ERP ഉപയോഗിക്കുക. ഇനി ഹോസ്പിറ്റാലിറ്റി.
ഹോസ്പിറ്റാലിറ്റി എന്ന് ഉദ്ദേശിച്ചത് ഹോട്ടലുകളിൽ, റെസ്റ്റോറൻറ്റുകളിൽ, നമ്മൾ ടൂറിസം പഠിച്ച സമയത്ത് അവിടെ പഠിച്ചതാണ് ഹോസ്പിറ്റാലിറ്റി അല്ലേ. അവിടെയൊക്കെ ഈ ERP സിസ്റ്റം എന്തിനൊക്കെ ഉപയോഗിക്കാം? ഒന്ന് മാനേജ് ബുക്കിങ്സ് അല്ലെ. പിന്നെ ഹോട്ടലുകളിലൊക്കെ ബുക്കിങ്ങുകൾ ഉണ്ടാവും. ഓരോ ദിവസം റൂമുകൾ ബുക്ക് ചെയ്യും, റെസ്റ്റോറൻറ്റുകൾ ബുക്ക് ചെയ്യും, ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്യും. സോ ബുക്കിങ്ങുകൾ മാനേജ് ചെയ്യാൻ വേണ്ടി ആൻഡ് ഗസ്റ്റ് സർവീസസ്, നമ്മൾ ചില ഗസ്റ്റ് സർവീസുകൾ അവർക്ക് കൊടുക്കേണ്ടി വരും. പ്രധാനപ്പെട്ട സർവീസുകൾ, ചിലപ്പോൾ അങ്ങോട്ട് പോയി ചെയ്തു കൊടുക്കേണ്ട സർവീസുകളോ അല്ലെങ്കിൽ നമുക്ക് ഫുഡിന്റെ ഓർഡറുകളൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും. സോ അത്തരം ഗസ്റ്റ് സർവീസസുകൾ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രികളിൽ, ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സുകളിൽ, അത്തരം മേഖലകളിലാണ് ERP സിസ്റ്റം ഉപയോഗിക്കുക. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു ബിസിനസ്സിൽ ERP സിസ്റ്റം എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം? ഇപ്പൊ നമ്മളുടെ ബിസിനസ് ഉദാഹരണം, നമ്മളിപ്പോ ഒരു ഹോട്ടൽ ഒരു ബിസിനസ്സാണെന്ന് വിചാരിക്കുക. എന്താ ബിസിനസ്സാണ്? ഓൺലൈനിൽ കോഴ്സുകൾ കൊടുക്കുന്ന, ഇപ്പോൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ പോലെയുള്ള ഓൺലൈനിൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിസിനസ്സാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ബിസിനസ് ഇപ്പോൾ ഇപ്പോൾ ERP സിസ്റ്റം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മളുടെ ബിസിനസ്സിൽ ERP സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പൊ എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം, അതാണ് പറയുന്നത് ബെസ്റ്റ് പ്രാക്ടീസ് ഫോർ ERP ഇംപ്ലിമെന്റേഷൻ. ഒരു ബിസിനസ്സിൽ എങ്ങനെയാണ് ERP ഇംപ്ലിമെന്റ് ചെയ്യാന്നാണ് പറയുന്നത്. ERP ഇംപ്ലിമെന്റ് ചെയ്യാൻ ആദ്യം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് ഒന്നാമത് വേണ്ടത് സെറ്റ് ക്ലിയർ ഗോൾസ്. കൃത്യമായ ലക്ഷ്യം വേണം. എന്തിനാണ് ഞാൻ എൻ്റെ ബിസിനസ്സിൽ ERP സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണെന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കണം. ഓക്കെ, സോ ഡിഫൈൻ വാട്ട് യു വാണ്ട് ടു അച്ചീവ് വിത്ത് ERP. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്തിനാണ്, ഇതുകൊണ്ട് എന്തൊക്കെ മെച്ചാണ് എനിക്ക് വേണ്ടത്, എന്താണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത് എന്നതിന് നിങ്ങൾ കസ്റ്റമറുമായിട്ട് കൂടുതൽ സർവീസ് ചെയ്യണം എന്നാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് വേണം. ഒരു ലക്ഷ്യം ഉണ്ടാവുക എന്നതാണ് ഒന്നാമത്തത്. അങ്ങനെ ലക്ഷ്യം ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടാമത്തതാണ് സെലക്ട് ദ റൈറ്റ് ERP സിസ്റ്റം. ഒരുപാട് ERP സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. ആ ERP സോഫ്റ്റ്വെയർ എന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ പേരല്ല. ഒരുപാട് ERP എന്ന് പറയുന്ന ഈ ഒരു എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. ഇപ്പൊ ടാലി 9 ടാലി ERP എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. ടാലി പ്രൊവൈഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. അങ്ങനെ ഒരുപാട് ERP സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. അതിൽ നമ്മളുടെ ബിസിനസ്സിന് ഏറ്റവും അനുയോജ്യമായ സോഫ്റ്റ്വെയർ ഏതാണ്, ഏത് ERP സോഫ്റ്റ്വെയർ ആണ് എന്ന് നമ്മൾ ആദ്യം രണ്ടാമതായിട്ട് സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് സെലക്ട് എ റൈറ്റ് ERP സിസ്റ്റം. അപ്പൊ നമ്മളുടെ ഇൻഡസ്ട്രിക്ക് അനുയോജ്യമായ ഒരു ERP സോഫ്റ്റ്വെയർ നമ്മൾ കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇൻവോൾവ് എവരി വൺ, അതായത് നമ്മൾ ഈ ERP സോഫ്റ്റ്വെയർ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മളാണ് പോയി നമ്മൾ മുതലാളിമാരോ അല്ലെങ്കിൽ നമ്മൾ ഓണേഴ്സാണ് പോയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യില്ല വേണ്ടേ. ഈ ERPയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ഥാപനത്തിലെ എല്ലാ ആളുകളുടെയും പങ്കാളിത്തം, എല്ലാവരെയും ആ ERP സിസ്റ്റത്തിന്റെ അകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റണം. Okay, that is include employees, suppliers and even customers in the planning and implementation to ensure cooperation at alignment. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എംപ്ലോയീസിന്റെ, നമ്മുടെ കസ്റ്റമേഴ്സിന്റെ, നമ്മുടെ സപ്ലയേഴ്സിന്റെ, ഇവരുടെ എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ്, അവരുടെയൊക്കെ പാർട്ടിസിപ്പേഷൻ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റണം. Then focus on data migration. ഫോക്കസ് ഓൺ ഡാറ്റ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നിലവിൽ നമ്മൾ ഈ കസ്റ്റമേഴ്സിന്റെയും സപ്ലയറുടെയും എംപ്ലോയീസിന്റെയും ഒക്കെ ഡാറ്റ ബിസിനസ്സിൽ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചോ കമ്പ്യൂട്ടറുകളിലോ സൂക്ഷിച്ചു വെക്കുകയായിരിക്കും ചെയ്യുക. അതിനെ എന്തിലോട്ട് മാറ്റണം? ഇതുവരെ ഉള്ള ഡാറ്റയെ, അവിടെയാണ് ഇമ്പോർട്ടന്റ്, ഇതുവരെ നമ്മൾ ചെയ്തിരുന്ന ഇനി മുതലുള്ള ഡാറ്റ ERP സോഫ്റ്റ്വെയർ ചെയ്യും. പക്ഷെ ഇതുവരെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വരെ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ബിസിനസ് ഡാറ്റകളെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? നമ്മുടെ ERP സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാൻ പറയാം. അപ്പൊ അവിടെ നിന്ന് അതെടുത്ത് ഇങ്ങോട്ട് മാറ്റണം. അതാണ് നാലാമത് ചെയ്യേണ്ടത്, ഫോക്കസ് ഓൺ ഡാറ്റ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ തെറ്റുകളൊന്നും കൂടാതെ പഴയ ഡാറ്റയെ ഈ സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ഇനി അഞ്ചാമത് ചെയ്യേണ്ടത് ട്രെയിൻ എംപ്ലോയീസ് വെൽ. അങ്ങനെ നമ്മൾ ERP സിസ്റ്റം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തു, നമ്മളെ പഴയ ഡാറ്റ ഒക്കെ ഇതിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇനി മുതൽ നാളെ മുതൽ നമ്മൾ ബിസിനസിന്റെ ആക്ടിവിറ്റീസുകളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ERP സിസ്റ്റം ആണ്. സോ ഈ ERP സിസ്റ്റം എങ്ങനെ ഉപയോഗിക്കാം, ഇതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആർക്ക് പഠിപ്പിച്ചു കൊടുക്കണം? നമ്മുടെ കമ്പനിയിലെ എംപ്ലോയീസിന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ദാറ്റ് ഈസ് ട്രെയിൻ എംപ്ലോയീസ് വെൽ. അപ്പൊ എംപ്ലോയീസിന് കൃത്യമായി ട്രെയിനിങ് കൊടുക്കണം. ERP സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബിസിനസ്സിൽ ഇനി നാളെ മുതൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ERP സിസ്റ്റം വർക്ക് ചെയ്യുക, അതൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ദെൻ യൂസ് ക്ലൗഡ് ബേസ്ഡ് ERP.
പിന്നെന്താണ്, ഇനി വരാൻ പോകുന്ന എല്ലാ വിവരങ്ങളും ഈ ERP സിസ്റ്റത്തിൽ ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള പിന്നെ സ്ഥലമൊന്നും നമ്മുടെ കമ്പ്യൂട്ടറിലോ നമ്മുടെ സെർവറിലോ നമ്മുടെ ഹാർഡ് ഡിസ്കിലോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പുറത്ത് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള പുറത്ത് ഇങ്ങനെ സ്പേസ് നൽകുന്ന കുറെ കമ്പനികളുണ്ട്. അതിനാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയാം. അപ്പൊ നമുക്ക് വേണ്ട, നിങ്ങൾക്ക് ഒരു 100 GB സ്ഥലം വേണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങാം. അപ്പോൾ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു സെർവറിൽ ഏതെങ്കിലും ഹാർഡ് ഡിസ്കിൽ ഒരു 100 GB സ്പേസ് നിങ്ങൾക്ക് തരും, വാടകയ്ക്ക് തരും, അല്ലെങ്കിൽ ഫുൾ ആയിട്ട് പൈസ കൊടുത്ത് വാങ്ങാം. സോ അങ്ങനെയുള്ള സ്പേസുകൾ നമ്മൾ വാങ്ങണം. അതിന് വിളിക്കുന്ന പേരാണ് യൂസ് ക്ലൗഡ് ബേസ്ഡ് ERP എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദെൻ മോണിറ്റർ ആൻഡ് ഇംപ്രൂവ്. ഏഴാമത് ചെയ്യേണ്ടത്, അങ്ങനെ നമ്മൾ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റാൾ ചെയ്താൽ പോരല്ലേ ചെയ്യുക, കൃത്യമായി മോണിറ്റർ ചെയ്യണം. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, കൃത്യമായി ERP സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ, അത് വെച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യുക. എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പരിഹരിക്കുക. ദാറ്റ് ഈസ് റെഗുലർലി ചെക്ക് ഹൗ ദ ERP ഈസ് പെർഫോമിങ്. എങ്ങനെയാണ് ERP വർക്ക് ചെയ്യുന്നത് എന്ന് കൃത്യമായി റെഗുലർ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മേക്ക് ഇംപ്രൂവ്മെന്റ്സ് ആസ് നീഡഡ്. എവിടേക്കാണോ ആവശ്യമുള്ളത് അവിടെയൊക്കെ ഇംപ്രൂവ്മെന്റുകൾ വരുത്തണം. സോ ഓക്കെ, സോ ഇത്രയുമാണ് ഇന്നത്തെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ പകുതി ആയിട്ടുള്ളൂ. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് 3 ടൂളുകളാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് ERP, രണ്ടാമത്തത് SCM, മൂന്നാമത്തത് CRM. അതിൽ ERP എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. സോ എല്ലാവർക്കും ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. മനസ്സിലാകാത്ത ഭാഗങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവേഴ്സ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഈ ബിസിനസിന്റെ 2ാമത്തെ ബ്ലോക്കിലെ 1ാമത്തെ ചാപ്റ്ററിലെ 1ാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. സോ ഓൾ ദി ബെസ്റ്റ്.